ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുള്ള ദൈവങ്ങളും സ്വർഗത്തിലുള്ള ദൈവങ്ങളും ഒന്നുചേർന്ന് ഒരു മുത്തിന് ജീവൻ കൊടുത്തു. അതിൽ പൈശാചിക ശക്തികളും ദൈവിക ശക്തികളും കൂടിക്കലർന്നിരുന്നതിനാൽ അവരൊട്ടും പ്രതീക്ഷിക്കാതെ തടയാൻ പോലും കഴിയാത്ത വിധത്തിൽ അത് വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായി ദൈവങ്ങൾക്കെല്ലാം ദൈവമായ സുപ്രീം കോടതി 2 സഹോദരങ്ങളെ അയച്ചു. ഈ കുലുങ്ങി നടന്നു വരുന്ന ആളാണ് തായി ഷെൻകൻ. ഇത് തായിയുടെ സഹോദരൻ ഷെൻകാൻകോ. ഇവർ രണ്ടുപേരും ചെന്ന് ആ മുത്തിനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ അതാണെങ്കിൽ ഇവരുടെ പവർ അബ്സോർബ് ചെയ്തിട്ട് ഇവരുടെ നേരെ തന്നെ വിടുന്നു. തായി അതിന്റെ പവർ ഉപയോഗിച്ച് അതിന്റെ കൈകൾ തടയുന്നു. ഹി പറ്റുമെങ്കിൽ ഇപ്പം അടിയൊന്ന് കാണട്ടെ. എന്നാൽ അവർക്കതിനെ തടയാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് സുപ്രീം കോടതി നേരിട്ട് വന്ന് ആ മുത്തിനെ ഒരു ജാടിക്കുള്ളിൽ അടച്ച് അവരുടെ കൺട്രോളിൽ എടുക്കുന്നു. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ദൈവിക ശക്തിയും പൈശാചിക ശക്തിയും 2ആയിട്ട് തിരിക്കുന്നു. അതിലും ഈ പൈശാചിക ശക്തി അത് വളരെ ആപത്താണ്. അതിനെ നശിപ്പിക്കാനും കഴിയില്ല. ഒരുപക്ഷെ അത് ഭൂമിയിൽ ജന്മമെടുത്താൽ 3 വർഷങ്ങൾക്ക് ശേഷം ആകാശത്തിൽ നിന്ന് വരുന്ന മിന്നലേറ്റ് ആ പൈശാചിക ശക്തി മരിക്കപ്പെടും എന്നുള്ളൊരു ശാപവും കൊടുക്കുന്നു. ആ 2 ശക്തികളെയും ഒരു താമരയ്ക്കുള്ളിൽ അടയ്ക്കുന്നു. ഭൂമിയിലുള്ള ലീജിങ് എന്നു പേരുള്ള ഒരാൾ ദൈവങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്തി ആ യുദ്ധത്തിൽ ജയിച്ചതിന് സമ്മാനമായി നല്ല ശക്തിയെ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണത്തിൽ വെക്കണം. അതുവരെ ഇതിനെ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് തായിയുടെ കൈകളിലേക്ക് അതിനെ ഏൽപ്പിക്കുന്നു. അത് കണ്ട് തായിയുടെ സഹോദരൻ അസൂയപ്പെടുന്നു. ഈ ജോലി നീ നന്നായിട്ട് ചെയ്താൽ ദൈവങ്ങളുടെ സഭയിൽ നിനക്കൊരു നല്ല ഇടം നൽകപ്പെടുമെന്ന് പറയുന്നു. ഈ നല്ല ശക്തി ഭൂമിയിൽ ജനിച്ചാൽ നീ അവനിടേണ്ട പേര് നീഷ. തായി 2 ശക്തികളെയും എടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നു. ഇപ്പോൾ ഭൂമിയിൽ കാണിക്കുന്നു. ഇവരാണ് സുപ്രീം ലോർഡ് പറഞ്ഞ ലീജിയും ഭാര്യയും. ലീജിയുടെ ഭാര്യ 3ാമതും ഗർഭിണിയായിരിക്കുകയാണ്. പുള്ളിക്കാരി ഇപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതായി വന്നിരിക്കുകയാണ്. എൻ്റെ പേര് തായ്. ലീജി ഇന്ന് ജനിക്കാൻ വന്ന കുട്ടിയെ കാണാനായിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒപ്പം ഷിന്നും വന്നിട്ടുണ്ട്. ഷിൻ 2 മന്ത്രശീട്ടുകൾ എടുത്ത് താഴേക്കിടുന്നു. കറക്റ്റ് സമയത്ത് താമരയിൽ നിന്നും ആ നല്ല ശക്തിയെ പുറത്തു വിടാനായിട്ട് തായ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ കുറച്ച് കള്ളുമായിട്ട് തായുടെ അടുത്തേക്ക് വരുന്നു. അയ്യോ എനിക്കിപ്പോൾ ഇത് വേണ്ട, ഞാൻ കുറച്ച് പണിയിലാണ് എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പുള്ളിയുടെ കൊതി കാരണം അതെടുത്ത് കുടിക്കുന്നു. എന്നിട്ട് ബോധം കെടുകയും ചെയ്യുന്നു. എന്നിട്ട് ആ വേലക്കാരൻ ചെന്നിട്ട് ആ താമര എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾക്കത് കഴിഞ്ഞില്ല. കാരണം തായ്ക്ക് മാത്രമാണ് അതെടുക്കാൻ കഴിയൂ. ഈ സമയം പ്രസവം നോക്കാൻ വന്നവര് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ ആ മന്ത്രം ചെല്ലണമെന്ന് പറയുന്നു. ലീജിങ് ചെന്ന് നോക്കുമ്പോൾ തായി ബോധം കെട്ട് നിലത്ത് കിടക്കുകയാണ്. ഇയാൾ കുടിച്ച് ബോധം കെട്ട് കിടക്കുക. ഇയാളെ എഴുന്നേൽപ്പിക്കണമെന്ന് വേലക്കാരൻ പറയുന്നു. ലീജിങ് ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ തായി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇനിയെങ്കിലും അത് തുറക്കുമെന്ന് വിചാരിച്ചാൽ പാസ്വേഡ് മറന്നുപോയി എന്ന് പറയുന്നു. ഇനി ഇതായിരിക്കോ അല്ലെങ്കിൽ അതായിരിക്കോ എന്ന് പറഞ്ഞ് 4 തവണ പാസ്വേഡ് അടിച്ച് തെറ്റിക്കുന്നു. 5ാമതും അടിച്ച് തെറ്റിച്ച് അടുത്ത 10 വർഷത്തേക്ക് ഇത് തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് തുറക്കുന്നത് പോലെ തന്റെ ഹാൻഡ് പ്രിന്റ് ഉപയോഗിച്ച് തുറക്കാൻ കഴിയുമെന്നുള്ള കാര്യം തായി ഓർക്കുന്നത്. അങ്ങനെ തായി തന്റെ ഹാൻഡ് പ്രിന്റ് ഉപയോഗിച്ച് തുറന്ന് ആ 2 മുത്തുകളും പുറത്തെടുക്കുന്നു. അപ്പോൾ ആ വേലക്കാരൻ ആ മുത്ത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അയാളുടെ പുറത്ത് ഒരു മന്ത്രച്ചീട്ടിരിക്കുന്നത് അവർ കാണുന്നത്. സോ ഷിന്നാണ് അത് ചെയ്തത്. ഇത്രയും നേരം ആ വേലക്കാരൻ ഷിന്നിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഷിന്നിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു കിളവി 2 മുത്തുകൾ മോഷ്ടിച്ച് അതിൽ നല്ല ശക്തിക്ക് പകരം ചീത്ത ശക്തിയെ ആ ചക്രത്തിനുള്ളിൽ വെക്കുന്നു. ലീജിങ് അത് തടയാൻ ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞില്ല. ആ കിളവി നല്ല ശക്തിയെ എടുത്ത് ഷിന്നിന്റെ കയ്യിൽ കൊടുത്തു. പ്രസവം നോക്കിയവരാണെങ്കിൽ എന്താ സംഭവിച്ചതെന്നറിയാതെ ലീജിങ്ങിന്റെ അടുത്തേക്ക് ഓടി വന്ന് കൊച്ചിനെ കാണിക്കുന്നു. അവർ നോക്കുമ്പോൾ കൊച്ചൊരു ബോൾ പോലെ ഇരിക്കുകയാണ്. അതിനുശേഷമാണ് മൂക്കും വായും കണ്ണും മുടിയൊക്കെ വരുന്നത്. ചീത്ത ശക്തി ആ കുഞ്ഞിന്റെ ദേഹത്ത് കയറിയതുകൊണ്ട് ആ കുഞ്ഞും ഇപ്പോൾ ഒരു പൈശാചിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു കുട്ടിയായതുകൊണ്ട് അതിന്റെ ദേഹത്തുണ്ടായിരുന്ന തീ ഒരു കളിയായിട്ടെടുത്ത് അവിടെ ഇവിടെ എറിഞ്ഞു കളിക്കുകയാണ്. അപ്പോൾ തായ് റിങ് എടുത്ത് മന്ത്രം ചൊല്ലി അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നിട്ട് തായ് അതിനെ കൊല്ലാൻ ശ്രമിച്ചതും ലീജിങ് തടഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോ അതിന്റെ മകനായെന്ന് പറയുന്നു. അല്ല, ഇതൊരു ചീത്ത ശക്തിയാണ്, ഇവനെ ജീവിക്കാൻ അനുവദിച്ചാൽ ഈ ലോകത്തിന്റെ അവസാനം ഇവന്റെ കൈ കൊണ്ടായിരിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് തായ് വീണ്ടും ആ കുഞ്ഞിനെ അടിക്കാൻ വേണ്ടി വന്നതും അമ്മ കുറുകെ വരുന്നു. ഇവൻ എന്റെ മകനാണ്, ഇവനൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു വയസ്സം വന്നിട്ട്
നമ്മൾ ഇത്രയും നാളും ചീത്ത ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നു. എന്നാൽ നമ്മുടെ ഇടയിലേക്ക് ഒരു ചീത്ത ശക്തി വരുന്നത് നല്ലതല്ല. ജനങ്ങൾക്ക് എന്താണ് നല്ലത് അതുപോലെ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് ഒരു ശിലയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ അയാൾക്ക് കണ്ണ് കാണത്തില്ല. ആ കുട്ടിയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ കടിച്ച് കയ്യിൽ നിന്ന് ചോര വരെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ അമ്മയാണെങ്കിൽ അതെല്ലാം സഹിച്ച് സ്നേഹത്തോടെ നോക്കിയതും അവൻ ശാന്തമാവുന്നു. ഇപ്പോൾ ലീജിൻ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. എന്നാലും എന്റെ മകനെ എനിക്ക് കൊല്ലാൻ കഴിയില്ല. അവനെ ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് അവൻ പുറത്തു പോകാതെ ഞാൻ നോക്കി വളർത്തിക്കൊള്ളാം. അവൻ പുറത്തു പോയി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റുകൊള്ളാം എന്ന് പറയുന്നു. നിങ്ങൾ ഇവനെ വളർത്താൻ ശ്രമിച്ചാലും അത് കഴിയില്ല. കാരണം 3 വർഷങ്ങൾക്ക് ശേഷം വരുന്ന മിന്നലേറ്റ് ഇവൻ മരിക്കും എന്ന് തായി പറയുന്നു. ഈ ശാപം മാറാൻ എന്തെങ്കിലും വഴിയുണ്ടാവും. ഞാൻ ദൈവത്തോട് സംസാരിച്ചു നോക്കാമെന്ന് ലീജിങ് പറയുന്നു. അടക്കാൻ പറ്റാത്ത ദേഷ്യത്തോടെ ഇരുന്ന കുഞ്ഞ് അച്ഛനും അമ്മേനെയും കണ്ടതും ശാന്തമായി അവരെ നോക്കിച്ചിരിക്കുന്നു. ഇപ്പൊ ഷിൻ നല്ല ശക്തി എടുത്തുകൊണ്ട് കടലിനുള്ളിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ ഡ്രാഗൺ പാലസ് എന്നു പേരുള്ള ഒരു സ്ഥലവും കാണിക്കുന്നു. ഇവരാണ് ഡ്രാഗൺ കിങ്. ഷിൻ ആ നല്ല ശക്തി ഡ്രാഗന് നേരെ നീട്ടുന്നു. ഓ, നീ വന്നോ? ഈ നല്ല ശക്തി എൻ്റെ മുട്ടയുമായി ചേർന്നാൽ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു ദൈവമായി മാറും. ഇവനെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. നിനക്കറിയാവുന്നതെല്ലാം ഇവന് നീ പറഞ്ഞു കൊടുക്കണം. ഇവനെ നീയാണ് ഈ ആഴക്കടലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഇവൻ ആ ദൈവങ്ങളുടെ സഭയിൽ ഇടം പിടിക്കണം. നിങ്ങൾ പറഞ്ഞത് തീർച്ചയായും ഞാൻ ചെയ്യും എന്ന് ഷിൻ പറയുന്നു. ഈ സമയം തായും ലീജിങ്ങും ചേർന്ന് സുപ്രീം കോർട്ടിനെ കാണാൻ പോവുകയാണ്. 3 ലോകങ്ങളെയും ചേർത്ത് നിർത്തുന്നത് ഈ കഥകാണ്. ഈ കഥക് മുഖേന നമുക്ക് സുപ്രീം കോർട്ടിനെ കാണാൻ കഴിയൂ എന്ന് പറയുന്നു. സുപ്രീം ലോർഡ്, ഇത് ഞാനാണ്, തായാണ് വന്നിരിക്കുന്നത്. തായ്, നീ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് നിനക്കറിയാവോ? അയ്യോ ദൈവമേ, എന്നോട് ക്ഷമിക്കാൻ, ഞാൻ അറിയാൻ്റെ കണ്ണു പിടിച്ചിട്ട്. മതി, നിർത്ത്. തായ്, നീയാ കുറെ നാളെ കണ്ടിട്ട്? ഇത് ഷിൻയാനൂൻ, ഈ കഥവിന്റെ കാവൽക്കാരൻ. ലീജിങ് നടന്ന സംഭവങ്ങളും ആ ശാപത്തെക്കുറിച്ചും അതിനോട് പറഞ്ഞു. അയ്യോ, ഇതിനെക്കുറിച്ച് സുപ്രീം ലോർഡിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ശാപം തീർക്കാൻ ഒരു വഴിയില്ല. ലീജി, ഇവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു വർഷത്തിന് തുല്യമാണ്. നിനക്കിനി വെറും 2 വർഷമാണുള്ളത്. ഉള്ള 2 വർഷം ഭൂമിയിൽ ചെന്ന് നിന്റെ മകൻ്റെ കൂടെ ജീവിക്കേ. ഇപ്പൊ ഭൂമിയിൽ കാണിക്കുകയാണ്. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിച്ചിതർ കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. നേഷ, നീ എന്തെടുക്കുക? എന്താ അവിടെ ഇരിക്കണേ എന്ന് അമ്മ ചോദിക്കുന്നു. എൻ്റെ കൂടെ കളിക്കാനാണെങ്കിൽ ആരും വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുക. ലീജിങ് ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ വരുന്ന അസുര ശക്തികളോടൊക്കെ യുദ്ധം ചെയ്യുന്നത് നീഷയുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ നീഷയുടെ അമ്മയ്ക്ക് നീഷയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാറില്ല. എന്നാലും നേഷയുടെ വിഷമം മനസ്സിലാക്കി നേഷയുടെ അമ്മ നമുക്കിപ്പോൾ കളിക്കാമെന്ന് അവനോട് പറയുന്നു. നേഷയ്ക്ക് സന്തോഷമാകുന്നു. മൈലോഡ്, ഈ കവചം ധരിച്ചോളൂ. നീ എന്തേ പറയണേ? അവൻ എന്റെ മകനല്ലേ, ഞാൻ അവന്റെ കൂടെ കളിക്കുക. ശരി, കവചം തരൂ. നിങ്ങളും വരുമോ? നമുക്ക് ഒരുമിച്ച് കളിക്കാം. അങ്ങനെ നേഷയോടൊപ്പം കളിച്ച് അമ്മ ടയേർഡാകുന്നു. എന്നാലും തന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടി താൻ എത്ര വേണമെങ്കിലും വേദന സഹിക്കുമെന്ന് പറയുന്നു. ഈ സമയം ഒരു കാവൽക്കാരൻ വന്നിട്ട് ഗ്രാമം വീണ്ടും അപകടത്തിലായിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതും നേഷ ദേഷ്യപ്പെടുന്നു. സാരമില്ല മോനെ, നമുക്ക് വേറൊരു ദിവസം കളിക്കാട്ടോ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ എന്ന് നീഷ പറയുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അമ്മയും അവിടെ നിന്നും പോകുന്നു. ഇവരാണ് ലീജിങ്ങിന്റെ സംരക്ഷണ വലയത്തിന്റെ കാവൽക്കാർ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നേഷ പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അമ്മ അവരോട് പറയുന്നു. എന്നാൽ അമ്മ പോയി കഴിഞ്ഞതും നേഷ 2 പേരെയും പറ്റിച്ച് പുറത്തു കടക്കുന്നു. നേഷ എപ്പോൾ ഗ്രാമത്തിൽ വന്നാലും അവിടെയുള്ള ജനങ്ങളൊക്കെ അവനെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നേഷ ഗ്രാമത്തിൽ വന്നതും നാട്ടുകാരൊക്കെ നേഷയെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങുന്നു. ഇപ്പോൾ കാടിനുള്ളിലെ ഒരു പഴയ വീട് കാണിക്കുകയാണ്. അതിൽ കുറച്ച് പിള്ളേരെ നേഷയെ പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് നേഷയെ പിടിക്കാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. നേഷ പാലത്തിൽ കൂടെ പോകുന്ന സമയത്ത് പാലം പൊട്ടി അവൻ നിലത്ത് വീഴും. അപ്പോൾ അവന്റെ ദേഹത്ത് കുറെ കത്തികൾ വീഴും. അത് കണ്ട് അവൻ പേടിച്ചോടുമ്പോൾ അവിടെ ഒരു ട്രാപ്പ് ഉണ്ടായിരിക്കും. അവൻ മരത്തിലേക്ക് വീഴുമ്പോൾ അവിടെ പാമ്പുണ്ടായിരിക്കും. പാമ്പിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവൻ ഉറപ്പായിട്ടും തേനീച്ചകളുടെ കയ്യിൽപ്പെടും. തേനീച്ചകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ ചെളിക്കുണ്ടിലേക്ക് ചാടും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എടാ, നിന്റെ തലയിൽ ഇങ്ങനെ ഒരു ബുദ്ധിയോ എന്ന് പറഞ്ഞവർ ആ ചെളിക്കൊണ്ട് അവർക്ക് കഴിയുന്ന അത്ര വൃത്തികേടാക്കുന്നു. അയ്യേ, ഇതെന്ത് കാണിക്കുക? ഇത്രയൊക്കെ ചെയ്യണോ? പിന്നെ വേണ്ടേ, അവൻ ഞങ്ങളെ അത്രയ്ക്ക് അപമാനിച്ചിട്ടുണ്ട്. ശരി, നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, പ്ലാനൊക്കെ ഓക്കെ, പക്ഷെ എങ്ങനെ നേഷയെ പാലത്തിന് മുകളിൽ കൊണ്ടുവരും? അത് സിമ്പിൾ അല്ലേ, അവനെ പേടിപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. അതെങ്ങനെ പേടിപ്പിക്കും? ദേ ഇങ്ങനെ. ഞങ്ങളെ ഇങ്ങനെ ആക്കിയിട്ട് നീ ചിരിക്കുമല്ലേ? നീ ഒരു രാക്ഷസനാടാ. അത് കേട്ടതും നേഷയ്ക്ക് ദേഷ്യം വരുന്നു.
ഭാഗ്യത്തിന് തായി വന്ന് അവരെ രക്ഷിക്കുന്നു. അങ്ങനെ നേഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കാവലെ ഇരട്ടിയാക്കുന്നു. ഇപ്പൊ അവര് 3 പേരെയും കാണിക്കുകയാണ്. നേഷ ഒരു അസുര ശക്തിയാണെന്നുള്ള കാര്യം അവനോട് മറച്ചു വെച്ചാലും ഈ നാട്ടുകാരൊക്കെ അവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി 2 വർഷമുള്ളൂ, അത് നമുക്ക് അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാം. ഞാൻ ഇനി അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. ഞാൻ അവനെ എന്റെ ശിഷ്യനായിട്ടെടുത്ത് ദുഷ്ടശക്തികളോട് യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധവീരനാക്കി ഞാൻ അവനെ മാറ്റാം എന്ന് തായി പറയുന്നു. അവനെ എന്തിനാ നമ്മൾ കഷ്ടപ്പെടുത്തണേ? അവൻ ഉള്ളിടത്തോളം കാലം അവനെ സന്തോഷത്തോടെ നോക്കിയാൽ പോരെ. അവൻ ജനിച്ചത് ഏത് പേരിലും ആയിക്കോട്ടെ, എന്നാൽ അവൻ മരിക്കുമ്പോൾ അസുരനോ രാക്ഷസെന്നോ എന്ന പേരിലായിരിക്കരുത്. ആ പേര് മാറ്റണമെങ്കിൽ അതിന് ഇതേ ഒരു വഴിയുള്ളൂ എന്ന് ലീജിങ് പറയുന്നു. പിറ്റേ ദിവസം നേഷ കാവൽക്കാരൻ പറ്റിച്ച് പുറത്തിറങ്ങിയതും ഒരു പെയിന്റിംഗ് കാണുന്നു. അവൻ ആ പെയിന്റിംഗ് തൊട്ടതും ആ പെയിന്റിംഗ് അവനെ അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ നോക്കുമ്പോൾ ആ പെയിന്റിങ്ങിനുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നു. അവിടെ തായി ഉണ്ട്. തായി അവനോട്, ദേഷ്യപ്പെടേണ്ട നീഷ, നിനക്ക് ഇവിടെ എന്ത് വേണേ ചെയ്യാം. ഈ ഒരൊറ്റ ബ്രഷ് മതി, നിനക്ക് മനുഷ്യ വിചാരിക്കുന്ന എല്ലാം ഇവിടെ ചെയ്യാൻ കഴിയും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നീ എന്ന് ഇവിടെ വരുവാണെങ്കിൽ നിനക്ക് ഇതുപോലെ നിറയെ മാജിക് ഞാൻ പഠിപ്പിച്ചാൽ. എന്തു പറയുന്നു? നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ എന്നെ പഠിക്കാനാ? അങ്ങനെയാണോ? അന്നെ ഇത് കണ്ടോ? ഇത് നിനക്ക് പഠിക്കണോ നീഷ? ആ, എനിക്കിത് പഠിക്കണം. ഇത്ര ഉള്ളോ? ഇത് എളുപ്പമല്ലേ? കുറച്ച് പാടുള്ളൊന്നുമില്ല. എടാ, ഇതാടെ ഉള്ളത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം. ആദ്യം നീ ഇത് ചെയ്ത് കാണിക്ക്. അങ്ങനെയാണോ? എന്നാ ഇത് കണ്ടോ? രൂപം മാറ്, രൂപം മാറുവിൻ, രൂപം മാറൂ. അത് ശരി, എനിക്കിത് പഠിക്കാൻ 6 മാസമായടാ. നീ ഇത് പതിയെ ചെയ്താൽ മതി. ഞാൻ അപ്പത്തേക്കും ഇത് പോയി ഉറങ്ങട്ടെ. അങ്ങനെ വൈകുന്നേരമായതും അമ്മ വന്നിട്ട് നേഷ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. ഞാൻ അവന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഇവിടെ ഉണ്ട്. തായി നോക്കുമ്പോൾ നേഷ കുളത്തിൽ വീണ് മയങ്ങിക്കിടക്കുകയാണ്. നേഷ എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോൾ കാലിൽ കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. അയ്യോ, ഞാനൊന്നും ചെയ്തില്ലേ, എനിക്ക് എന്നെ പറ്റി നോക്കട്ടെ. എന്നാൽ അത് വെറും ഒരു തവളയായിരുന്നു. അമ്മയുടെ രൂപത്തിൽ വന്നത് നേഷയായിരുന്നു. എടാ, ഇത് എന്താടാ ഇത്? കുറച്ച് മാന്യതയൊക്കെ വേണ്ട. അല്ലെ, നീ എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് പഠിച്ചേ? എനിക്കിതുപോലത്തെ നിറയെ മാജിക്ക് പഠിപ്പിച്ചു തരാണെങ്കിൽ ആ സീക്രട്ട് എന്താണെന്ന് ഞാനും പറഞ്ഞുതരാം. ശരി, നിനക്ക് തീയുടെ ശക്തി ഉള്ളത് കൊണ്ട് നിനക്ക് എങ്ങനെ തീ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. വാ കുഴവഴാനായതുകൊണ്ട് എനിക്ക് മന്ത്രം ശരിക്കും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് മരുന്ന് എൻ്റെ പാൻറ്റിൻ്റെ അകത്തുണ്ട്, അതൊന്ന് എടുത്തു തരാൻ പറ്റുമോ? നീഷ നോക്കുമ്പോൾ തായുടെ പാൻറ്റിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അവൻ ഓരോന്നെടുത്ത് അതെന്താ ഇതെന്താ എന്ന് ചോദിക്കുന്നു. ഇതെന്താ ഇത്, കുന്തോ? അപ്പൊ നീഷയുടെ അച്ഛനും അമ്മയും വന്നിട്ട് തീ അണയ്ക്കുന്നു. നീ എന്നോട് കുറച്ച് മര്യാദയ്ക്ക് പെരുമാറുവാണെങ്കിൽ ദുഷ്ടശക്തികളെ എങ്ങനെ കൊല്ലണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അത് ശരി, ഇതായിരുന്നല്ലോ ഉദ്ദേശം. എനിക്കൊന്നും പഠിക്കണ്ട, എങ്ങനെ ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു കിടക്കണമെന്ന് പറഞ്ഞാൽ മതി. അതിന് നിനക്ക് ഈ ബ്രഷ് ഉപയോഗിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്നെ ഇതിന്റെ അകത്ത് അടച്ചു വെച്ചിരിക്കുകയാണല്ലേ? നേഷ, നിന്നെ ആരും ഇവിടെ അടച്ചിട്ടിരിക്കുകയല്ല. നീ ഈ ട്രെയിനിങ് പൂർത്തിയാക്കി ദുഷ്ടശക്തികളോട് പോരാടിയാൽ മാത്രമേ ഇവിടെയുള്ളവർ നിന്നെ നന്നായിട്ട് കാണൂ. അപ്പോൾ നേഷയ്ക്ക് ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നു. നേഷ ഒരു കുട്ടിയോട് കൂട്ടുകൂടാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ അവനെ ഒരു രാക്ഷസനായി കണ്ട് പേടിക്കാൻ തുടങ്ങി. അവിടുത്തെ മറ്റു കുട്ടികളാണെങ്കിൽ അവനെ വെറുക്കാനും തുടങ്ങി. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അവരെന്നെ ഒരു രാക്ഷസനായിട്ടാണ് കാണുന്നത്. ശരിക്കുള്ള ഒരു രാക്ഷസൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ അവരെ കാണിക്കാൻ പോവാ. നേഷ, നീ ഒന്ന് ശാന്തമാകും. നിന്നോട് ചില സത്യങ്ങൾ പറയേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. നീ ദൈവം പോലെ നിന്റെ അമ്മയുടെ ഉള്ളിലുണ്ടായ ഒരു ദൈവിക ശക്തിയാണ്. നീ ജനിച്ചത് തന്നെ മറ്റു ദുഷ്ടശക്തികളെ കൊല്ലാന് എന്ന് നടന്ന സംഭവങ്ങളൊക്കെ മാറ്റി പറഞ്ഞ് ഒരു വിധത്തിൽ നേഷയെ സമാധാനപ്പെടുത്തുന്നു. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം കാണിക്കുകയാണ്. നേഷ നന്നായിട്ട് തന്നെ ട്രെയിനിങ് എടുത്ത് ഗ്രാമത്തിലിറങ്ങിയ മോൺസ്റ്ററിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ഒരു തരത്തിലുള്ള ട്രെയിനിങ് ആയിരുന്നു. നേഷ ഇതുവരെയായിട്ടും ഭൂമിയിലോട്ട് വന്നിട്ടില്ല. തായ് പന്നിയുടെ മൂക്കില് ഒരു പുല്ലിട്ട് അതിനെ കൊണ്ട് തുമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പൊ നടന്ന സംഭവങ്ങളെല്ലാം നീഷയുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. തായ് അത് റീവൈൻഡ് അടിച്ച് യുദ്ധത്തിൽ നേഷയ്ക്ക് പറ്റിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. നേഷ മോൺസ്റ്ററിനെ കൊല്ലുന്ന പേരിൽ അവിടുത്തെ ജനങ്ങളെയും ചേർത്ത് ആക്രമിക്കുന്നു. നേഷ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അവരൊന്നും യാഥാർത്ഥ്യമല്ലല്ലോ എന്ന് പറയുന്നു. നീ ട്രെയിനിങ്ങിനും ഇങ്ങനെ നടക്കുവാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലും നീ ഇങ്ങനെയായിരിക്കും നടക്കുക. നീ സ്വയം നിന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നവരെ നിനക്ക് തന്ന ആയുധങ്ങളൊക്കെ നീ തിരിച്ചേൽപ്പിക്കണമെന്ന് ലീജിങ് പറയുന്നു. ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് തായ് പഠിപ്പിച്ചു തന്നാൽ ഇമ്മോർട്ടൽ മാജിക്ക് മാത്രം മതി. അതുപയോഗിച്ച് ഞാൻ ദുഷ്ടശക്തികളെ കൊന്നോളും. എന്നിട്ട് ആ ആയുധം തിരിച്ചു വെക്കുന്ന ഇടയിൽ തായുടെ ബ്രഷ് അടിച്ചു മാറ്റി നേഷ ഈ ലോകത്തിൽ നിന്നും യഥാർത്ഥ ലോകത്തിലേക്ക് വരുന്നു.
നേഷ ഭൂമിയിലേക്ക് വന്ന അതേ സമയം തന്നെ കടലിൽ നിന്ന് ഒരു മോൺസ്റ്റർ ഗ്രാമത്തിലേക്ക് വരുന്നു. ഞാൻ കടലിൽ ചാടി എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റൂലല്ലോ. ഞാൻ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കടൽ ഐസാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്നും എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ക്യാരക്ടർ വരുന്നു. പുള്ളി ആ കുട്ടിയെ ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ നേഷ, ഞാനാണ് ആ മോൺസ്റ്ററിനെ ആദ്യം കണ്ടത്, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ മോൺസ്റ്ററിന്റെ കയ്യിലേക്ക് എന്നെ കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മോൺസ്റ്റർ കുമിളകൾ ഉണ്ടാക്കുന്നു. ആ കുമിളയിൽ നേഷ തൊട്ടതും നേഷയുടെ കൈ കല്ലാകുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഭക്ഷണം സുഖമായിട്ട് തിന്നാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോൺസ്റ്റർ ആ കുട്ടിയെ വായിക്കകത്തിടുന്നു. ഇവനാണെങ്കിൽ ആ കുമിളയിലൊന്നും തൊടാതെ പുറത്ത് കടന്ന് ആ മോൺസ്റ്ററിന്റെ വായിലിടിച്ചതും ആ മോൺസ്റ്റർ ആ കുട്ടിയെ പുറത്തിടുന്നു. കുട്ടിയുടെ ദേഹത്ത് ആ മോൺസ്റ്ററിന്റെ ഉമ്മിനീരുണ്ടായിരുന്നുകൊണ്ട് അവനും ആ കുട്ടിയും കല്ലാകുന്നു. ഇനി ഒരിക്കലും എൻ്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് വരരുത്, കേട്ടല്ലോ. എടാ വൃത്തികെട്ടവനെ, ഇതാണ് മറുമരുന്ന്, ഇതെങ്ങനെടാ കുടിക്കണേന്ന് പറഞ്ഞോണ്ട് തന്നെ നേഷ അത് കുടിക്കുന്നു. അല്ല, ഇവനെങ്ങനെ കുടിക്കും? ഇവന്റെ വാ കല്ലായി മാറിയിരിക്കുമല്ലേ. ഇത് കുടിക്കണമെന്ന് ആവശ്യമില്ല, ദേഹത്ത് ഉരുട്ടിയാൽ മതി. പിന്നെ എന്താടാ നീ നേരത്തെ പറയാഞ്ഞേ? അത് നീ നേരത്തെ ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ നേഷ രണ്ടുപേരുടെയും ദേഹത്ത് അത് പുരട്ടുന്നു. ഈ സമയം നേഷയുടെ അമ്മ നിലത്ത് കിടക്കുന്ന ബ്രഷ് കണ്ട് നേഷ ഭൂമിയിലേക്ക് വന്ന കാര്യം മനസ്സിലാക്കുന്നു. നീ എനിക്ക് മറുമരുന്ന് തന്ന് സഹായിച്ചു, അതിന് നിനക്ക് നന്ദി. എന്നാൽ ഒരു തവണ കൂടി നീ ഇങ്ങനെ ചെയ്താൽ നിന്നോട് ഞാൻ ഉറപ്പായിട്ടും ക്ഷമിക്കില്ല. ശരി എന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ അവിടെ നിന്നും പോകുന്നു. ഹലോ കുഞ്ഞാർക്ക, എന്താ വീണ്ടും അടി ഉണ്ടാക്കണോ? വാ, ഞാൻ റെഡി. എന്റെയും ആ കുട്ടിയുടെയും ജീവൻ രക്ഷിച്ചതിന് നിന്നോട് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ നിന്നോട് കടമപ്പെട്ടിരിക്കുന്നു. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യേ അല്ല. ഞാൻ ജനിച്ചിരിക്കുന്ന തന്നെ ദുഷ്ടശക്തികളെ കൊല്ലാനാ. ആ ചെറിയ കുട്ടിയും പേടിക്കാതെ നേഷയുടെ അടുത്തേക്ക് വരുന്നു. നേഷയും അത് കണ്ട് സന്തോഷത്തോടെ അവരുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് നിശബ്ദമാവുന്നു. ഹേയ്, നിനക്കിതെന്ന് പറ്റി? അതെ, ഞാനിപ്പോൾ കരയുക. അതിനിപ്പോൾ എന്താ? അമ്മയല്ലാതെ എൻ്റെ കൂടെ വേറെ ആരും കളിച്ചിട്ടില്ല, മതിയോ? അവൻ നേഷയ്ക്കൊരു ശംഖു കൊടുത്തിട്ട്, നമ്മളിപ്പോൾ സുഹൃത്തുക്കളാണ്, നിനക്ക് എപ്പോൾ കളിക്കാൻ തോന്നുന്നു അപ്പോൾ ഈ ശംഖൂത്, ഞാൻ അപ്പോൾ തന്നെ വരും എന്നവൻ പറയുന്നു. ഞാൻ ആവോബി, എൻ്റെ പേര് നേഷ. ഈ സമയം ഗ്രാമത്തിലെ ആളുകൾ അങ്ങോട്ട് വരുന്നു. അപ്പൊ തന്നെ ആവോബിങ്ങും അവിടെ നിന്ന് പോകുന്നു. നേഷയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന് വിചാരിച്ച് അവർ നേഷയോട് വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ നേഷ അത് താനല്ല, അതൊരു മോൺസ്റ്റർ ആണ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും എന്നിട്ട് മോൺസ്റ്റർ എന്തേ, ഇവിടെ മോൺസ്റ്ററിനൊന്നും കാണുന്നില്ലല്ലോ എന്ന് അവർ പറയുന്നു. അതിലൊരുത്തൻ നേഷയെ വീണ്ടും മസുരൻ എന്ന് വിളിക്കുന്നു. അത് കേട്ടതും അവന് വീണ്ടും ദേഷ്യം കയറുന്നു. കറക്റ്റ് സമയത്ത് തന്നെ തായി വന്ന് വീണ്ടും അവരെ രക്ഷിക്കുന്നു. തൊട്ടു പുറകെ തന്നെ അമ്മയും ലീജിങ്ങും ഓടിയെത്തുന്നു. നേഷ ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നും അവൻ ഈ ഗ്രാമം നശിപ്പിച്ചുവെന്നും അവൻ ഉറപ്പായിട്ടും ശിക്ഷ കൊടുക്കണമെന്നും ഗ്രാമത്തിലെ ജനങ്ങൾ പറയുന്നു. നേഷയുടെ കയ്യിലെ ആ മോൺസ്റ്ററിന്റെ പ്രത്യേക ദ്രവം കണ്ടതും നേഷ പറഞ്ഞത് സത്യമാണെന്ന് ലീജിങ്ങിന് മനസ്സിലാവുന്നു. ഇപ്പോൾ ആവോബിനെ കാണിക്കുന്നു. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ഷിൻ ചോദിക്കുന്നു. അവൻ എന്നും എടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് തനിക്ക് ഒരു പുതിയ സുഹൃത്തിനെ കിട്ടിയെന്ന് പറയുന്നു. നിന്നെപ്പറ്റി ആരും അറിയാൻ പാടില്ലെന്ന് അറിയില്ലേ, അവൻ നിന്നെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷിൻ മോഷ്ടിച്ചുകൊണ്ട് പോയ നല്ല ശക്തി ഉപയോഗിച്ച് ഡ്രാഗൺ കിങ്ങിന്റെ മുട്ട വിരിഞ്ഞുണ്ടായ കുട്ടിയാണ് അവോബി. ഇല്ല, അവനൊരു മനുഷ്യനാണ്. എന്നാലും ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അവൻ ശ്രദ്ധിച്ചതുപോലുമില്ല. അവന്റെ പേര് നേഷ എന്നാണ് എന്നവൻ പറയുന്നു. അവോബി, ഈ ലോകം വളരെ ചെറുതാണ്. നീ കൊല്ലേണ്ട ആ ദുഷ്ടശക്തി അവനാണ് നേഷ. ഇത്രയും നാളും നീ പഠിച്ച കാര്യങ്ങൾ, നീ എടുത്ത ട്രെയിനിങ്, അതെല്ലാം അവനെ കൊല്ലാനാണ്. അവനെ കൊണ്ട് ആ ഗ്രാമത്തിന് ഉറപ്പായും ആപത്തുണ്ടാകും. ആ സമയം നീയാണ് അവനെ കൊല്ലേണ്ടത്. അപ്പോൾ എല്ലാ നല്ല പേരും നിനക്ക് ലഭിക്കും. ആവോബി നേഷയെ കൊല്ലാൻ മനസ്സ് വരാതെ ഇതിന് വേറൊരു മാർഗവും ഇല്ലെന്ന് ചോദിക്കുന്നു. ഒരുപാട് വർഷങ്ങളായി
ഡ്രാഗൺസ് ആയ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലികൾ. സ്വർഗത്തിലെ ദൈവങ്ങൾ സാക്ഷിയായി നമ്മളാണ് ഭൂമിയിലെ ദുഷ്ടശക്തികളോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആവോബി, ഈ പാലസിന്റെ അടിയിൽ നിനക്കെണ്ണാൻ പോലും കഴിയാത്തത്ര മോൺസ്റ്റേഴ്സിനെ നമ്മൾ ബന്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സുപ്രീം ലോർഡ് തന്ന ജോലികളാണ്. ഇത് പേരിന് മാത്രമാണ് ഡ്രാഗൺ പാലസ്. പറയുകയാണെങ്കിൽ നമുക്കും ഇതൊരു തടവറ പോലെയാണ്. നമ്മുടെ ഈ ഡ്രാഗൺ ഇനം ഈ കടല് വിട്ടുപോയാൽ അതിനടിയിലുള്ള മോൺസ്റ്റേഴ്സ് പുറത്തു വരും. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? നമുക്കൊരു ജോലി തരുന്ന പേരില് സ്വർഗത്തിലെ ദൈവങ്ങൾ നമ്മളെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അവർ തന്ന ഈ ഡ്രാഗൺ കിങ് എന്ന പട്ടം വെറും പേരിന് മാത്രമാണ്. സത്യം പറഞ്ഞാ ഞാനും ഇവിടുത്തെ ഒരു തടവുകാരനാണ്. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിന്റെ തലയിലെ കൊമ്പ് ഞാൻ നീക്കം ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നീ ആ ദുഷ്ടശക്തിയെ കൊന്നാൽ ദൈവങ്ങളുടെ സഭയിൽ നിനക്കൊരിടം ലഭിക്കും. അങ്ങനെ നിനക്ക് ഈ ഡ്രാഗൺ ഇനത്തിന് മൊത്തം മോചനം നൽകാൻ കഴിയും. ഈ ഡ്രാഗൺ ഇനം മൊത്തം നിന്നിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. സ്നേഹമെന്ന മായാവലയത്തിൽ നീ വീഴാതിരിക്കണം. ഇപ്പൊ നേഷയെ കാണിക്കുകയാണ്. അവൻ കഴിച്ചിട്ട് എന്നെ 3 ദിവസമായി. അച്ഛനും അമ്മയും വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും അവനൊന്നും കേൾക്കുന്നില്ല. മോനെ, നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ? വന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ നേഷയാണെങ്കിൽ അതൊന്നും കേട്ട ഭാവം പോലും കാണിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു മോനെ. അവിടെ വെച്ച് നിന്റെ കയ്യിലെ ആ മോൺസ്റ്ററിന്റെ ദ്രവം അത് ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ ജനങ്ങളോടും പറഞ്ഞിരുന്നു. അവരാണെങ്കിൽ നിന്റെ അടുത്ത ദിവസം വരാൻ പോകുന്ന പിറന്നാൾ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ നേഷയുടെ കള്ളം പറഞ്ഞ് അച്ഛൻ ഒരു വിധത്തിൽ നേഷയുടെ മനസ്സ് മാറ്റുന്നു. അങ്ങനെ നേഷ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആദ്യം തന്നെ തന്റെ പിറന്നാളിന് ക്ഷണിക്കുന്നത് ആവോബിയായിരുന്നു. അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്, നീ ഉറപ്പായിട്ടും വരണം, കാരണം എനിക്കുള്ള ഒരേ ഒരു സുഹൃത്ത് നീയാണ് എന്ന് നേഷ പറഞ്ഞതും ആവോബി പിറന്നാളിന് വരാമെന്ന് സമ്മതിക്കുന്നു. എന്നിട്ട് നേഷ അവിടെ നിന്നും പോയതും നേഷ തന്നെ ഒരു സുഹൃത്തായിട്ടായിരുന്നു കണ്ടതെന്ന് ഓർത്തതും അവന് സങ്കടം തോന്നുന്നു. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. അവൻ തന്റെ പിറന്നാളിന് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം അവിടെ ഷെൻ വന്നിട്ട് അവന്റെ ജന്മരഹസ്യത്തെ പറ്റി എല്ലാം പറയുന്നു. അവനൊരു ദൈവിക ശക്തിയല്ല, അവനൊരു പൈശാചിക ശക്തിയാണ് എന്നുള്ള മുഴുവൻ സത്യങ്ങളും അവനോട് തുറന്നു പറയുന്നു. അങ്ങനെ തന്റെ അച്ഛനും അമ്മയും ഇത്ര നാളും തന്നോട് നുണ പറയുകയായിരുന്നു എന്ന് ചിന്തിച്ച് നേഷ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ തായി അവനെ വരവേറ്റിട്ട് തന്റെ പന്നിക്കുട്ടിയെയും അവന്റെ ആയുധവും അവന്റെ റിബണും അവന്റെ ബർത്ത്ഡേ സമ്മാനമായിട്ട് കൊടുക്കുന്നു. അവൻ ആ പന്നിയെ തൊട്ടതും അതൊരു തീച്ചക്രമായി മാറുന്നു. എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്തിട്ട് തന്നോട് നുണ പറഞ്ഞതിന് അവരോട് ദേഷ്യപ്പെട്ടിട്ട് നേഷ ഒരു മന്ത്രം ചൊല്ലി അവന്റെ കഴുത്തി കിടന്ന വള ഊരിക്കളയുന്നു. അങ്ങനെ കഴുത്തി കിടന്ന വള പോയതും നേഷ തന്റെ ഡീമൺ ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ ഡീമൺ ഫോമിലേക്ക് മാറിയ നേഷ എല്ലാവരെയും ആക്രമിക്കുന്നു. ഇതെല്ലാം ഒരു മലയുടെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഷെൻ ഇനി കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നേഷ അവന്റെ സ്വന്തം ജനങ്ങളെ തന്നെ കൊന്നിട്ട് ഒരു മുഴുവനായിട്ട് ഒരു ഡീമണായിട്ട് മാറും. അതിനുശേഷം അവൻ ആകാശത്ത് നിന്ന് വരുന്ന മിന്നലേറ്റ് മരിച്ചോളും എന്ന് ആവോബിയോട് പറഞ്ഞതും, ഒന്നുമല്ലേലും അവൻ എന്റെ സുഹൃത്താണ്, എനിക്ക് എന്തായാലും അവനെ രക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവന്റെ അച്ഛനെ അമ്മേനെങ്കിലും എനിക്ക് രക്ഷിക്കണം. അതുമാത്രമല്ല, ഒന്നും അറിയാത്ത ആ പാവം ജനങ്ങൾ, അവർക്കും ഒന്നും സംഭവിച്ചുകൂടാ എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ആവോബി ഷെന്നിന്റെ സമ്മതം മേടിച്ച് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ആവോബി നേരെ വരുന്നത് നേഷയുടെ അടുത്തേക്കാണ്. വന്നിട്ട് നേഷയുമായി ഫൈറ്റ് ചെയ്യുന്നു. ആവോബി നേഷയെ പിടിച്ചിട്ട് ആ വള തായുടെ അടുത്തേക്ക് ഇട്ടതും തായ് അതെടുത്ത് ഒരു മന്ത്രം ചൊല്ലി അത് നേഷയുടെ കഴുത്തിലേക്ക് ഇട്ടതും നേഷ പഴയ രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെ പഴയ പോലെ ആയ നേഷ ദേഷ്യത്തിൽ അവിടെ നിന്നും പറന്നു പോകുന്നു. തങ്ങളെ സഹായിച്ചതിന് നേഷയുടെ അച്ഛൻ അവനോട് നന്ദി പറയുന്നു. എന്നാൽ സംശയം തോന്നിയ ലീജിൻ അവന്റെ തുണി മാറ്റിയതും അവന്റെ തലയിലെ കൊമ്പ് കണ്ടിട്ട് അവനൊരു ഡ്രാഗൻ ഇനത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാവുന്നു. ഇവൻ ആ ഡ്രാഗൻ ഇനത്തിൽപ്പെട്ടവനാണ്. അവരാണ് ആ നല്ല ശക്തിയെ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതെ, ഞാനാണ് ആ നല്ല ശക്തിയെ മോഷ്ടിച്ച് നിനക്ക് തന്നത്. ഈ കാര്യം ഇനി സുപ്രീം ലോർഡ് അറിയാണ്ടിരിക്കണമെങ്കിൽ നീ ഇവരെല്ലാവരും കൊല്ലണം എന്ന് പറഞ്ഞതും ആവോബി ആ കടലിലുള്ള ജലം മുഴുവനും എടുത്ത് ആ ഗ്രാമത്തിന് മുകളിൽ കൊണ്ടുവരുന്നു. അപ്പോൾ നേഷയുടെ അച്ഛനും അമ്മയും അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഈ സമയം നേഷയാണെങ്കിൽ ഒരു കാടിനുള്ളിൽ പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ അടുത്തേക്ക് ആ പന്നി വന്നിട്ട് അവന്റെ അച്ഛൻ പണ്ട് സുപ്രീം ലോർഡിനെ കാണാൻ പോയ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നു. ലീജിങ് തന്റെ മകന്റെ ശാപം മാറ്റാനാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ ശാപം മാറ്റുവാൻ ഇനി ആരെക്കൊണ്ടും കഴിയില്ല എന്ന് ആദ്യം പറയുമെങ്കിലും എന്നാൽ അതിന് മറ്റൊരു വഴിയുണ്ട്, അതായത് ഒരാളുടെ ശാപം മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ ലീജി, അങ്ങനെയാണെങ്കിൽ നേഷയുടെ ശാപം തന്നിലേക്ക് തന്നോളൂ, അപ്പോൾ താൻ മാത്രമല്ല മരിക്കൂ, നേഷയ്ക്കാണെങ്കിൽ ജീവിക്കാനും കഴിയും. എന്നാൽ ഇത് കേട്ടിട്ട് തായി ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. എന്നാൽ ലീജിങ് ആണെങ്കിൽ അവന്റെ 3ാമത്തെ ജന്മദിനത്തിൽ നേഷയ്ക്ക് പകരം താൻ മരിക്കും, എന്നാൽ ഇതാരും അറിയാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ 2 മന്ത്രചീട്ടുകൾ കൊടുത്തിട്ട് ഒരെണ്ണം ത്യാഗം ചെയ്യുന്ന ആളുടെ കയ്യിലും ഒരെണ്ണം ശാപം കിട്ടിയ ആളുടെ കയ്യിൽ ഇരിക്കണം എന്ന് പറയുന്നു. ഇതെല്ലാം കണ്ട നേഷ തന്റെ അച്ഛന് തന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കരയാൻ തുടങ്ങുന്നു. ഈ സമയം നേഷയുടെ അച്ഛനും അമ്മയും ആവോബിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നേഷയും വന്ന് ആവോബിയോട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇവരുടെ തീയും ഐസും തമ്മിൽ കൂട്ടിമുട്ടി അവിടെ ഒരു പുകയുണ്ടാവുന്നു. നേഷയാണെങ്കിൽ ആ പുകയ്ക്കുള്ളിൽ കടന്ന് ഒളിച്ചു കളിക്കുകയാണ്. ആവോബി ആണെങ്കിൽ അറിയാതെ ഷെന്നിനെ അടിക്കുന്നു. ഓ മാസ്റ്റർ, നിങ്ങളോ? എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ. ആവോബി, നേഷ ആ വഴിക്കാണ് പോയത്. എന്നാൽ ഷെന്നിന്റെ രൂപത്തിൽ വന്നതും നേഷയായിരുന്നു. നേഷ
രൂപം മാറി വന്ന് ആവൂബിനെ കളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ആവൂബിയാണെങ്കിൽ നല്ല ബലത്തിൽ നേഷയെ അടിച്ചതും നേഷയുടെ ബോധം പോകുന്നു. എന്നിട്ട് വെള്ളം ഐസാക്കി മാറ്റി ആ ഐസിന്റെ മുകളിൽ ചെന്ന് അത് തകർത്ത് ആ ഗ്രാമത്തിലുള്ളവരെ കൊല്ലാൻ നോക്കുന്നു. ഈ സമയം ബോധം വന്ന നേഷ തന്റെ കഴുത്തിലെ വളയെടുത്ത് കയ്യിലേക്കിട്ട് തന്റെ ഡീമൺ ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ ഡീമൺ ഫോമിൽ മാറിയ നേഷ പറന്നു ചെന്ന് ആ ഐസിനെ തന്റെ കൈകൾ കൊണ്ട് താങ്ങി നിർത്തുന്നു. ആവൂബിയാണെങ്കിൽ അതൊന്ന് അമർത്തി ചവിട്ടിയതും ആ ഐസ് താഴേക്ക് വരുന്നു. ഈ സമയം നേഷ തന്റെ മുഴുവൻ പവറും എടുത്ത് ആ ഐസിനെ മുഴുവനായും ഉരുക്കി മഴ പോലെ പെയ്യിക്കുന്നു. എന്നിട്ട് തന്റെ ആയുധമായി അതിവേഗത്തിൽ ആവൂബിയുടെ നേരെ വരുന്നു. എന്താ നീ എന്നെ കൊല്ലാഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കുള്ള ഒരേ ഒരു സുഹൃത്ത് അത് നീയാണ് എന്ന് പറഞ്ഞ് നേഷ നേരെ വരുന്നത് തന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. അച്ഛാ, അമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ കാരണം നിങ്ങൾ കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞ് തന്റെ അച്ഛൻ തന്ന ആ മന്ത്ര ചീട്ടെടുത്ത് അവൻ കീറിക്കളയുന്നു. അങ്ങനെ ആ ഒരു സമയം വന്നെത്തി. നേഷ അവസാനമായി തന്റെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. ആകാശത്തു നിന്നുള്ള ആ ഒരു മിന്നൽ അവന്റെ ദേഹത്ത് പതിച്ചതും അവൻ വേദന കൊണ്ട് കരയുന്നു. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കിയതും അവന്റെ തൊട്ടടുത്ത് ആവൂബി നിൽക്കുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ പറഞ്ഞിട്ടില്ലേ നിനക്കുള്ള ഒരേ ഒരു സുഹൃത്ത് ഞാനാണെന്ന്? അതുപോലെ തന്നെയാണ് എനിക്കുള്ള ഒരേ ഒരു സുഹൃത്തും അത് നീയാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ പവർ ഉപയോഗിച്ച് ആ മിന്നലിനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനേക്കാളും വലിയ ശക്തിയായിരുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെത്. ആ ശക്തിക്ക് മുന്നിൽ അവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും വേദന കൊണ്ട് പൊളയുന്നത് കണ്ട അമ്മ തായിയോട് കരഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു. തായിയാണെങ്കിൽ നിൽക്കേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പറന്നു എന്ന് ആ മന്ദർ താമരയ്ക്കുള്ളിൽ രണ്ടുപേരെയും ആക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന മിന്നലിൽ നിന്ന് അവരുടെ ആത്മാവിനെ മാത്രമായിരുന്നു തായിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അവരുടെ ശരീരം ആ മിന്നലേറ്റ് നശിച്ചു പോയിരുന്നു. തന്റെ മകന്റെ ശരീരമില്ലാത്ത ആത്മാവിനെ കണ്ട് അമ്മ കരയുന്നു. ഇത്രയും നാളും നേഷയെ ഒരു ഡീമണായിട്ട് കണ്ട ജനങ്ങൾ അവസാനം ഒരു ഹീറോയായി കണ്ട് വണങ്ങുന്നതായിട്ട് കാണിച്ച് ഈ പടത്തിന്റെ സ്റ്റോറിയും അവസാനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന മിന്നലേറ്റ് ശരീരം നഷ്ടപ്പെട്ട നേഷയുടെയും ആവോബിയുടെയും ശരീരം വീണ്ടെടുക്കാൻ വേണ്ടി തായ് ശ്രമിക്കുന്ന കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നേഷ 2 മൂവി തുടങ്ങുന്നത്. അവർ മന്ത്രശക്തിയുള്ള താമര പറിച്ച് അതിന്റെ തണ്ട് മാത്രം എടുത്ത് പാകം ചെയ്ത് ജെല്ല് പോലെ ആക്കുന്നു. എന്നിട്ട് നേഷയുടെയും ആവോബിയുടെയും ആത്മാവിനോട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറയുന്നു. അവർ ഉള്ളിൽ കയറിയതും ആ പന്നി വന്നിട്ട് കത്തി ഉപയോഗിച്ച് ആ ജെല്ലി ചെത്തി അവരുടെ ശരീരം ഉണ്ടാക്കുന്നു. എന്നാൽ ജെല്ലി ആയതുകൊണ്ട് തന്നെ അവർക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഈ സമയം നേഷയുടെ അച്ഛനും അമ്മയും വന്നിട്ട് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്നാൽ അച്ഛൻ ഇതൊന്നും പോരാ, അവന് മസിൽ കൊടുക്ക്, 6 പാക്ക് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് നേഷയുടെ രൂപം മാറ്റുകയാണ്. എന്നാൽ നേഷ അതൊന്നും വേണ്ട, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ ബോഡി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ജെല്ലിൽ എന്തൊക്കെയോ ചെയ്യുന്നു. ഈ സമയം തായ് എന്നാ നീ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് ആവോബിനെ എടുത്ത് ഒരു മന്ദർ താമരയ്ക്കുള്ളിലാക്കുന്നു. അവരുടെ ജെല്ല് പോലുള്ള ശരീരം ശരിക്കും ഒരു മനുഷ്യന്റെ ശരീരം പോലെ ആക്കിയെടുക്കാനാണ് തായ് അത് ചെയ്തത്. ഈ സമയം ഒരു കാവൽക്കാരൻ ഓടി വന്നിട്ട് ഷെൻകാൻഗോ നമ്മുടെ രാജ്യത്ത് കടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സമയം നേഷ അവൻ സ്വയം ഉണ്ടാക്കി അവന്റെ ബോഡി കാണിക്കുന്നു. ഇതിലും നിന്റെ പഴയ ശരീരമായിരുന്നു. ശരിയാ, എനിക്ക് എന്റെ പഴയ ബോഡി തന്നെ ഉണ്ടാക്കിയതാ എന്ന് നേഷയും പറയുന്നു. നേഷയുടെ അച്ഛനും അമ്മയും ഷെന്നിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ഷെന്നിനെ തടയാനായിട്ട് ഒരു പട തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് നീ ഒറ്റയ്ക്ക് വരും. നിക്ക്, അതിനാരാ പറഞ്ഞേ ഞാൻ ഒറ്റയ്ക്കാ വന്നേന്ന് എന്ന് പറഞ്ഞ് ഷെൻ കയ്യിൽ എന്തോ ഒരു സാധനം കാണിക്കുന്നു. ഇപ്പോൾ ഡ്രാഗൺ പാലസ് കാണിക്കുകയാണ്. അവിടെ ഡ്രാഗൺ കിങ് തന്റെ മകൻ മരിച്ചുപോയി എന്ന് കരുതി അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഡ്രാഗൺ കിങ്ങിന്റെ 3 സഹോദരങ്ങളിൽ ഒരാൾ വന്നിട്ട് ഇതുപയോഗിച്ച് പുറത്തൊരു പോർട്ടൽ ഉണ്ടാക്കിയാൽ അതുവഴി സുപ്രീം കോടതി പോലും അറിയാതെ നമുക്ക് പുറത്ത് കടക്കാൻ കഴിയും എന്ന് പറഞ്ഞ് എന്റെ കയ്യിലെ നഖം ഒടിച്ച് ഷെന്നിന് കൊടുക്കുകയാണ്. ഷെന്നും അത് മേടിച്ച് ഡ്രാഗൺ പാലസിന് പുറത്തേക്ക് വരുന്നു. ഈ സമയം തായി ശരീരം ഉണ്ടാക്കാൻ വേണ്ടി നേഷയും മന്ദര താമരയ്ക്കുള്ളിൽ വെക്കുന്നു. ഇപ്പൊ ഷെന്നിനെ കാണിക്കാണ്. ഷെൻ ആ നഖം എടുത്ത് തന്റെ വാളിനോട് ചേർത്ത് ആ വാൾ ഉപയോഗിച്ച് അവിടെ ഒരുപാട് വലിയ പോർട്ടലുകൾ ഉണ്ടാക്കിയതും അതിന്റെ ഉള്ളിലൂടെ ഡ്രാഗൺ പാലസിൽ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സ് എല്ലാം പുറത്തേക്ക് വരുന്നു. എന്നാൽ ആ സമയത്തും ആ മോൺസ്റ്റേഴ്സ് എല്ലാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർ പുറത്തേക്ക് വന്നാലും എങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. സ്രാവിന്റെ തലയുള്ള മോൺസ്റ്റർ നേഷയുടെ അമ്മയുമായി ഫൈറ്റ് ചെയ്യുന്നു. 6 കൈകളുള്ള നീരാളി മോൺസ്റ്റർ നേഷയുടെ അച്ഛനുമായി ഫൈറ്റ് ചെയ്യുന്നു. കടലിനടിയിലൂടെ വന്ന രാക്ഷസ ആമകൾ അവരുടെ കപ്പലുകൾ തകർക്കുന്നു. ഈ സമയം ഷെൻ നോക്കിയതും ഒരു സ്ഥലത്ത് നിന്ന് വെളിച്ചം വരുന്നത് കണ്ട് അവിടെ ചെന്നതും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന തായിനെ കാണുന്നു. ഷെൻ തന്റെ ആയുധം ഉപയോഗിച്ച് തായിനെ ആക്രമിക്കുന്നു. എന്നാൽ തായിയുടെ സംരക്ഷണ കവചം വളരെയധികം ശക്തിയേറിയതായിരുന്നു. അതുകൊണ്ട് പോർട്ടൽ വഴി പുറത്തു വന്ന ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരങ്ങൾ തന്റെ പവർ ഉപയോഗിച്ച് ആ ശക്തിയേറിയ കവചത്തെ ആക്രമിക്കുന്നു. സമയം ആവോബി പെട്ടെന്ന് തന്നെ പുറത്തു വന്ന് തന്റെ ശക്തി ഉപയോഗിച്ച് അവരെ തടയുന്നു. ഈ സമയം തന്നെ പാലസിൽ നിന്ന് പുറത്തു വന്ന ഡ്രാഗൺ കിങ് ഓടി വന്നിട്ട് മോനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ ആവശ്യപ്പെട്ട കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. സാരമില്ല മോനെ, ഞാൻ ആ നരകത്തിൽ കിടന്നാലും കുഴപ്പമില്ല, എനിക്ക് നീ കൂടെ ഉണ്ടായാൽ മതി. ഈ സമയം ശരീരം പൂർണ്ണമായി പാകമായ നേഷ പുറത്തേക്ക് വന്നു. എന്താ ഇവന് പറ്റിയേ? ഇവിടെ എന്താ സംഭവിച്ചേ? നീ എന്തായി പറയണേ? അവനിപ്പോൾ ജനിച്ചു വീണ ഒരു കുട്ടിയെ പോലെയാണ്. അപ്പോൾ ഇത്ര വലിയ ശക്തി അവൻ ഒറ്റയ്ക്ക് നേരിട്ടാലോ? എന്താ സംഭവിക്കുക? അവന്റെ ശരീരം അത് താങ്ങാൻ അവതെ നശിച്ചു പോകും. ആ മാന്ത്രിക താമരയാണെങ്കിൽ ഉണങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഇനി പുതിയൊരു ശരീരം നിർമ്മിക്കാനും കഴിയില്ല. സാരമില്ല, ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ഞാൻ ഈ ശിക്ഷ ഏറ്റുകൊള്ളാം. അങ്ങനെയൊന്നും പറയത്. എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ രക്ഷിക്കും. താൻ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം, കേട്ടല്ലോ? എടാ നിക്ക്, ഞാൻ പറയട്ടെ. പുതിയൊരു ശരീരം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു മന്ത്രജലം ആവശ്യമാണ്. എന്നാൽ അതിരിക്കുന്നതോ
ലെവൽ 12 ഗോഡുകളിൽ ഒരാളായിട്ടുള്ള യൂസോയുടെ പാലസിലാണ്. അതെടുത്താൽ മാത്രമേ ഇവന് പുതിയൊരു ബോഡി നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ. അതുവരെ ആവോബിയുടെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇരിക്കട്ടെ നേഷ എന്ന് പറഞ്ഞതും ആവോബിയുടെ ആത്മാവ് നേരെ നേഷയുടെ ശരീരത്തേക്ക് കയറുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മകൻ ഒരു ആത്മാവായതുകൊണ്ട് തന്നെ അവന് 10 ദിവസത്തിൽ കൂടുതൽ ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ എൻ്റെ മകന് ഒരു പുതിയ ശരീരം നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ നാട് തന്നെ ഞാൻ നശിപ്പിക്കും. അതിന് ഒരേ ഒരു വഴിയുള്ളൂ. യൂസോയുടെ പാലസിൽ വെച്ച് നടത്തുന്ന ദൈവമാകാനുള്ള മത്സരത്തിൽ നേഷയെ പങ്കെടുപ്പിച്ച് നേഷ വിജയിച്ചാൽ അതിന് സമ്മാനമായി നമുക്ക് ആ മാന്ത്രിക ജലം ചോദിച്ച് മേടിക്കാം. അങ്ങനെ ശരിയാവും. നേഷയ്ക്കുള്ളിലുള്ളത് ഒരു ദുഷ്ടശക്തിയുടെ പവറാണ്. അത് ആ ദൈവങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും കഴിയും. അതിനും ഒരു വഴിയുണ്ട്. നേഷയുടെ ശക്തി മാത്രമാണ് അങ്ങനെ. ശരീരം ഒരു മനുഷ്യൻ്റെതാണ്. അതുകൊണ്ട് നേഷ തന്റെ ശക്തി പുറത്തെടുക്കാതിരുന്നാൽ തന്നെ ദൈവങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉടനെ ഡ്രാഗൺ കിങ്, നേഷ, തായി, പിന്നെ ഈ പന്നി, ഇവരല്ലാതെ ഒരാൾ പോലും ഇവിടെ വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഷൻ, നിന്നോടാണ്. എനിക്ക് എൻ്റെ സഹോദരങ്ങളിൽ വിശ്വാസമില്ല. അതുമാത്രമല്ല എനിക്കിങ്ങനെ അധികം നേരം പുറത്തു വന്ന് നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ എല്ലാം നോക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് ഡ്രാഗൺ കിങ് തിരിച്ച് പാലസിലേക്ക് പോകുന്നു. തായും നേഷയും യൂസോയുടെ പാലസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുന്നു. മോനെ നേഷ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അതിനു മുമ്പ് അമ്മയ്ക്കൊരു ഹഗ് താ. എന്നാൽ നേഷ അമ്മയ്ക്കൊരു ഹഗ് പോലും കൊടുക്കാതെ അവിടെ നിന്നും പോകുന്നു. ഈ സമയം തായി നേഷയുടെ അമ്മ കൊടുത്തുവിട്ട ഭക്ഷണമെല്ലാം ഒറ്റയ്ക്കടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എടാ, നീ എന്താടാ നിന്റെ അമ്മ ഹഗ് ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാണ്ടിങ്ങ് പോന്നേ? അതെനിക്ക് ക്രിഞ്ചായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇപ്പോൾ തായി ആവോബിനെ നേഷയുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. എന്നാൽ രണ്ടുപേർക്കും ഒരേ സമയം തന്നെ ഒരു ശരീരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയാത്തതുകൊണ്ട് ഒരു മരുന്ന് കൊടുത്തിട്ട് ഇത് കഴിച്ചാൽ നീ ഉറങ്ങുകയും അപ്പോൾ ആവോബിക്ക് നിന്റെ ശരീരം കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെയാണോ? അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നേഷ ആ മരുന്ന് മൊത്തം വായിലേക്ക് ഇട്ടതും നേഷ ഉറങ്ങുകയും ആവോബി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. തായി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നീ പുറത്തു വന്നില്ലേ, നമുക്കിപ്പോൾ പരിശീലനം തുടങ്ങാം. നീ നിന്റെ സർവ്വശക്തിയും എടുത്ത് എന്നോട് ഫൈറ്റ് ചെയ്യ്. നമ്മളിപ്പോൾ യൂസോയുടെ പാലസിലേക്ക് കടക്കാൻ പോവാണ്. യൂസോ എന്ന് പറയുന്നത് ഒരു 12ാം ലെവൽ ഗോഡാണ്. അതുപോലെ ഇതാണ് യൂസോയുടെ പാലസ്. ഡീമൺസിനെ തേടി കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇവിടെയുള്ളവരുടെ ജോലി. ഇയാളാണ് പ്രധാന ഡീമൺ ഹണ്ടർ വൂലിയാങ്. അങ്ങനെ അവർ യൂസോനെ കാണുന്നു. വരണം തായി, കുറെ നാളായില്ല കണ്ടിട്ട്. അത് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു, അതാ വരാഞ്ഞ്. പിന്നെ ഇതാണ് നേഷ. ആ നല്ല ശക്തി ഉള്ളത് ഇവന്റെ ഉള്ളിലാണ്. ഓ, അത് ശരി. ചെറുക്കനെ കണ്ടിട്ട് നല്ല അടക്കവും ഒതുക്കവും ഉള്ളവനാണെന്ന് തോന്നുന്നല്ലോ. ഈ സമയം പെട്ടെന്ന് നേഷ ഉണരുന്നു. താൻ എവിടെയാണ് ഉള്ളതെന്ന് പോലും നോക്കാതെ അടുത്തുള്ള കുളത്തിലേക്ക് നേരെ ചെന്ന് മൂത്രമൊഴിക്കാൻ നോക്കുന്നു. തായി ഓടി ചെന്നിട്ട്, എടാ മണ്ട, നീ എന്തേ കാണിക്കുന്നേ? അപ്പോൾ യൂസോ അത് സാരമില്ല എന്ന് പറഞ്ഞ് അവന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയുടെ കൂടെ അവനെ പറഞ്ഞു വിടുന്നു. എൻ്റെ അമ്മോ, എന്ത് വലിയ കൊട്ടാരാ! ഇതെന്തുകൊണ്ട് നിർമ്മിച്ചതാ? ഇതെന്താ ഈ കളറിലിരിക്കുന്നേ? ചെവി വേദന എടുക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കാവോ? ഇതൊക്കെ പണിയാൻ വേണ്ടി ഒരുപാട് കാശായി കാണുമല്ലേ? ഈ കാശൊക്കെ എവിടുന്ന് കിട്ടി? അടിച്ചു മാറ്റിയിരിക്കല്ലേ? ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇന്നെ തന്നെ പോയി ബാത്റൂം കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. നേഷയാണെങ്കിൽ വഴി തെറ്റിപ്പോയി എതിലേക്കോ പോയി അവസാനം ഒരു വിധത്തിൽ ബാത്റൂം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഒരു പച്ച കളറുള്ള ക്ലോസറ്റിൽ കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരുന്നു. ഇത് ഇവിടുത്തെ വിലമതിക്കാനാവാത്ത ജലമാണ്. നേഷ നോക്കുമ്പോൾ അവൻ മൂത്രം ഒഴിച്ചു വെച്ച അതേ പച്ച കളറുള്ള തൊട്ടി. എടാ, നീ എന്താണ് ഈ കാണിക്കുന്നേ? ഞാൻ അതിൻ്റെ അകത്താ കാര്യം സാധിച്ചേ. ഇപ്പോൾ ഷെന്നിനെ കാണിക്കുകയാണ്. അവൻ സ്വയം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നേഷയുടെ അച്ഛൻ വന്നിട്ട്, ഞങ്ങൾ പുറത്തു പോയിക്കോട്ടെ, വേറൊന്നിനുമല്ല, ഞങ്ങളുടെ ഒരുപാട് സൈനികർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ മേടിക്കാനാണ് പോകുന്നതെന്ന് പറയുന്നു. എന്നാൽ ഷെന്നാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല. ആ സമയത്തായിരുന്നു ഷെന്നിന്റെ സഹോദരൻ ഷെന്നിനെ കാണുവാൻ വേണ്ടി വന്നത്. ചേട്ടൻ വീട്ടിൽ നിന്ന് പോയി പിന്നെ ഞങ്ങളെ കാണാൻ വന്നിട്ടേ ഇല്ലല്ലോ. അച്ഛൻ എന്തെടുക്കുന്നു? അച്ഛൻ നന്നായിട്ടിരിക്കുന്നു. ചേട്ടൻ ദൈവമായി പിന്നെ അച്ഛനെ കാണാൻ വന്നിട്ടേ ഇല്ലല്ലോ. ശരിക്കും ഷെന്നും ഒരു മോൺസ്റ്റർ ഇനത്തിൽപ്പെട്ട ഒരാളാണ്. ശരിക്കും ഷെന്നിന്റെ അച്ഛനാണ് അവന്റെ രൂപമെല്ലാം മാറ്റി ദൈവമാകാനുള്ള മത്സരത്തിലേക്ക് അയച്ച് അവനെ ദൈവമാക്കിയത്. സ്വർഗത്തിലുള്ള ദൈവങ്ങൾക്ക് പോലും ഷെൻ ഒരു മോൺസ്റ്റർ ആണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ചേട്ടൻ എന്താ ഇവിടെ ചെയ്യുന്നേ? ഈ മോൺസ്റ്റേഴ്സിനൊക്കെ എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ ഇവരെ സഹായിക്കുകയായിരുന്നല്ലേ? ഷെൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ പെട്ടെന്ന് ലീജിങ് ഇടയ്ക്ക് കയറി, അതേ മോനെ, നിന്റെ ചേട്ടനാണ് ഈ മോൺസ്റ്റേഴ്സിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചത് എന്ന് പറഞ്ഞതും ഷെന്നിന് അത് കേട്ടിട്ട് ചെറിയൊരു പശ്ചാത്തലം തോന്നുകയാണ്. എന്നിട്ട് നീ ഇപ്പൊ പോ, നിന്നെ ഞാൻ വേറൊരു ദിവസം വന്ന് കാണാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടിട്ട് ലിയോട് നീ എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചതും, അത് അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയതും, നിനക്ക് എന്തൊക്കെ മരുന്നുകൾ വേണമെന്ന ഒരു ലിസ്റ്റ് തരുവാണെങ്കിൽ അത് ഞങ്ങളുടെ ആളുകൾ പോയി മേടിച്ചുകൊണ്ട് വരും. ഇപ്പോൾ നേഷയെ കാണിക്കുകയാണ്. അവൻ ദൈവമാകാനുള്ള മത്സരത്തിന്റെ ആദ്യത്തെ ലെവലായിട്ടുള്ള മെർമെറ്റ് എന്ന പേരുള്ള ഈ മോൺസ്റ്റേഴ്സിനെ പിടിക്കാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നേഷ ആ മരുന്ന് കഴിച്ച് ആവോബിനെ പുറത്തു കൊണ്ടുവരുന്നു. ആവോബി ഇറങ്ങിച്ചെന്ന് പണി തുടങ്ങിയതും ആ മരുന്നിന്റെ ശക്തി പോയി നേഷ പുറത്തേക്ക് വരുന്നു. എന്നാൽ നേഷയ്ക്ക് പവർ ഉപയോഗിക്കാൻ കഴിയാത്ത കാരണം അവിടെ നിന്ന് അടി കൊള്ളുന്നു. ആ മരുന്നാണെങ്കിൽ തെറിച്ചു പോയി ഒരു പാത്രത്തിലും വീഴുന്നു. നേഷയാണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കാതെ ആ മരുന്ന് കലർന്ന ആ ഒരു ഭക്ഷണം അപ്പാടെ അകത്താക്കുന്നു. അപ്പോൾ ആവോബി പുറത്തു വരികയും ആദ്യം തന്നെ അവരുടെ രാജാവിനെ അടിച്ച് നിലംപരിശാക്കുന്നു. ഇനി ആരടാ വരുന്നതെന്ന് ആവോബി ചോദിച്ചതും, ഞങ്ങളുടെ രാജാവിനെ തല്ലുന്നോടാന്ന് പറഞ്ഞ് ഒരുത്തും വരുന്നു. എന്നാൽ വീണ്ടും ആ മരുന്നിന്റെ ശക്തി പോയി നേഷ പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന നേഷയാണെങ്കിൽ വീണ്ടും നിന്ന് അടി മേടിക്കുകയാണ്. അങ്ങനെ അടി മേടിച്ച് ഒരു ഘട്ടത്തിൽ അവൻ ശരിക്കും ബോധം കെട്ടുപോകുന്നു. നേഷ മയങ്ങി പോയതുകൊണ്ട് തന്നെ ആവോബി വീണ്ടും നേഷയുടെ ശരീരം കൺട്രോളിലെടുത്ത് അടിച്ച് അവന്റെ ഊപ്പാട് തീർക്കുന്നു. ബാക്കിയുള്ള മെർമൈഡ്സ് ഒക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കിയതും മോൺസ്റ്റർ ഹണ്ടറിന്റെ ആർമി വന്ന് അവരെ പിടിക്കുന്നു. അങ്ങനെ നേഷ ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ രാത്രിയായതും
യൂസോ 12ാം ലെവലിലെ ദൈവങ്ങളുടെ ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം വരാൻ പോവുകയാണ്. ഈ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ശക്തികൾ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മരുന്നുണ്ടാക്കിയത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ശക്തികൾ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഞാൻ എൻ്റെ സ്വന്തം ശക്തികൾ ഉപയോഗിച്ചാണ് ഇത് സൃഷ്ടിച്ചതെന്ന് യൂസോ പറയുന്നു. ആ മീറ്റിംഗിൽ നേഷയുടെ 2 സഹോദരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അവർ നേഷ അവിടെ ഉള്ള കാര്യം അറിയുകയും നേഷയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും നേഷ അവിടെ ചെന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. സംസാരിച്ച് തിരിച്ചു വന്ന നേഷ ഒറ്റയ്ക്കിരുന്ന് കരയാണ്. നീ കരയാണ് നേഷ? അല്ല, പക്ഷെ എനിക്കൊരു സംശയം. എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനൊരു വിരൂപിയായി സൃഷ്ടിച്ചത്? ഇനി ഞാനൊരു രാക്ഷസനായി ജീവിക്കാനാണോ എൻ്റെ വിധി? നീ എന്താ ഇങ്ങനെ? നിന്റെ അമ്മ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നീ ഒരു രാക്ഷസനായി ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു ദൈവമായി മാറും. ഇതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ പിറ്റേ ദിവസം നേഷ 2ാമത്തെ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു വെള്ളച്ചാട്ടത്തിന് കീഴെ കുറച്ച് മോൺസ്റ്റർ ഇനത്തിൽപ്പെട്ടവർ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ട്രെയിൻ ചെയ്യുന്നതോ ഒരു മാസ്റ്റർ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷെന്നിന്റെ അച്ഛനായിരുന്നു. നേഷ മാസ്റ്ററിന്റെ അടുത്ത് എന്നിട്ട് എന്റെ പേര് നേഷ, എന്റെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കുക എന്നതാണ്. നീയാണ് എന്നോട് ഫൈറ്റ് ചെയ്യുന്നത്. അത് കൊള്ളാലോ. എൻ്റെ രൂപം കൊണ്ട് വിലയിരുത്തണ്ട, ഞാൻ ആരാന്ന് ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നേഷം മരുന്ന് കഴിച്ച് ആവോബിനെ പുറത്ത് കൊണ്ടുവന്ന് ആ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ആവോബി ആണെങ്കിൽ മുളങ്കൊമ്പിലൂടെ ചാടി നല്ല രീതിയിൽ തന്നെ ടഫ് കൊടുത്ത് ഫൈറ്റ് ചെയ്യുന്നു. മാസ്റ്റർ ആണെങ്കിൽ തന്റെ മുഴുവൻ പവറും എടുത്ത് അതിവേഗത്തിൽ ആവോബിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഘട്ടത്തിൽ വെള്ളത്തിനുള്ളിൽ പോയതും ചെറുക്ക നിനക്കറിയാവോ, വെള്ളത്തിലാണെങ്കിൽ എനിക്ക് ഇനിയും ശക്തി കൂടും എന്ന് പറഞ്ഞ അയാൾ മുമ്പത്തെക്കാലം ഇരട്ടി വേഗത്തിൽ ആവോബിനെ ആക്രമിക്കുന്നു. ആവോബി ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം മൊത്തം ഐസാക്കി മാറ്റുന്നു. മാസ്റ്റർ ആണെങ്കിൽ എന്തോ ഒരു മന്ത്രം ചൊല്ലി ആകാശത്തേക്ക് ഒരു ഫോഴ്സ് അയക്കുന്നു. നടന്നു വന്നുകൊണ്ടിരുന്ന ഷെന്നിന്റെ അനിയൻ ആകാശത്ത് വെളിച്ചം കണ്ടതും തന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഓർത്ത് വേഗത്തിൽ ഓടിപ്പോകുന്നു. ആകാശത്ത് കാർമേഘം വന്ന് മഴ പെയ്യാൻ തുടങ്ങുന്നു. മഴ പെയ്തതും മാസ്റ്ററിന്റെ ശക്തി കൂടി ആവോബിനെ വീണ്ടും ആക്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ മാസ്റ്റർ ആവോബിനെ പിടിച്ചതും അവൻ മാസ്റ്ററിന്റെ കൈ ഫ്രീസ് ചെയ്തതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാസ്റ്റർ സ്വയം തന്റെ കൈ വെട്ടിമാറ്റുന്നു. മാസ്റ്ററിന്റെ മകൻ അവിടേക്ക് വന്നതും തന്റെ കൈയില്ലാത്ത അച്ഛനെ കണ്ട് അവിടെ ഉള്ളവരെല്ലാം അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. തന്റെ അച്ഛന്റെ കൈയുമായി നിൽക്കുന്ന നേഷയെ അവനെ ആക്രമിക്കാൻ വേണ്ടി വന്നതും വോളിയാങ് അവന്റെ നേരെ അമ്പെയ്യുന്നു. മകനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ കുറുകെ വന്നതും രണ്ടുപേർക്കും അമ്പ് കൊള്ളുന്നു. അച്ഛൻ തന്റെ പവർ ഉപയോഗിച്ച് അവനെ രക്ഷിക്കുന്നു. ദേഷ്യം കയറിയ വൂലിയാങ് തന്റെ മുഴുവൻ പവറും എടുത്ത് 100 കണക്കിന് അമ്പുകൾ അവർക്ക് നേരെ അയക്കുന്നു. ഇതിൽ പരിക്കേറ്റ അച്ഛൻ തന്റെ മകനോട് നീയെങ്കിലും രക്ഷപ്പെട്, പറഞ്ഞത് കേട്ടില്ലേ, പോ എന്ന് പറഞ്ഞ് അവനെ ഒരു വിധത്തിൽ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ സമയം മരുന്ന് മേടിച്ചു കൊടുത്തതിന്റെ പ്രായശ്ചിത്തമായിട്ട് ലീജിങ് ഷെന്നിനെ ഒരു വിരുന്നിന് വിളിക്കുന്നു. ഷെന്നും പണ്ടത്തെ പോലെ അല്ലാതെ നല്ല രീതിയിൽ തന്നെ അവരോട് സഹകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തായിരുന്നു അമ്പ് കൊണ്ട് പരിക്കേറ്റ് കിടന്ന തന്റെ അനിയനെ കാവൽക്കാർ എടുത്തുകൊണ്ട് വരുന്നത് ഷെൻ കാണുന്നത്. മോനെ, നിനക്കെന്ത് പറ്റി? നമ്മുടെ സ്ഥലം ആ ദൈവങ്ങൾ ആക്രമിച്ചു, നമ്മുടെ അച്ഛനെയും ആ നേഷ നമ്മുടെ അച്ഛന്റെ കൈ അറുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ മരിച്ചു പോവുകയാണ്. ഇത് കണ്ട ഷെന്നാണെങ്കിൽ സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റാതെ ഇന്ന് ഞാൻ ഒരുത്തിനെ ജീവനോടെ വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നോക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാത്ത നേഷ പാലസിലെത്തിയതും 2ാം ഘട്ട പരീക്ഷ വിജയിച്ച നിനക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ നേഷ. അവസാന ഘട്ടമായിട്ടുള്ള 3ാം ഘട്ട പരീക്ഷ 2 ദിവസത്തിനുള്ളിൽ നടത്തുന്നതായിരിക്കും. ഞാൻ മടുത്തിട്ടൊന്നുമില്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ എനിക്കത് തന്നു. എന്തായാലും ഞാൻ റെഡിയാണ്. ശരി, എങ്കിൽ നീ അടുത്തായി പിടിക്കേണ്ടത് ലീജി എന്നു പേരുള്ള ഒരു മലരാക്ഷസിയാണ്. ഇതേ സമയം തന്നെ ഒരു കാവലാൾ ഓടി വന്നിട്ട് ലീജിങ്ങിന്റെ രാജ്യത്തിന് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുന്നു. ഇത് കേട്ട് പേടിച്ചു പോയ നേഷ ഉടനെ തന്നെ അവിടെ എത്തിയതും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു നാട് മുഴുവൻ ലാവയാൽ മൂടപ്പെട്ട് നശിച്ചു പോയിരിക്കുന്നതാണ്. നിലത്ത് കിടക്കുന്ന തന്റെ അമ്മയുടെ കിരീടം എടുത്തിട്ട് തന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി എന്നോർത്ത് അവൻ സങ്കടപ്പെടുന്നു. ഇത് കണ്ടോ, ഇതൊരു ഡ്രാഗന്റെ കാൽപ്പാടാണ്. അതെങ്ങനെ സംഭവിക്കും? ഡ്രാഗനൊക്കെ ഡ്രാഗൻ പാലസിന്റെ ഉള്ളിലാണ്, അവർക്ക് അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. എന്നാൽ ഡ്രാഗൻ കിങ്ങിന്റെ സഹോദരിക്ക് തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് പോർട്ടൽ ഉണ്ടാക്കി അതുവഴി പുറത്തു കടക്കാനുള്ള പവർ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ അവർ പുറത്തു കടന്നായിരിക്കാം ഇതൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഡ്രാഗൻ ഇനത്തെ മൊത്തം നശിപ്പിക്കണം. അതിനുശേഷം മാത്രം സുപ്രീലോഡിനെ അറിയിച്ചാൽ മതി. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നേഷ ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നു. നേരെ പോകുന്നത് ആ മരരാക്ഷസിയെ പിടിക്കാനാണ്. കാരണം അവന്റെ ആ 3ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആവോബിക്ക് അവന്റെ ശരീരം ലഭിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. നേഷ, എന്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്നെ ആദ്യം അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. നീ സംസാരിച്ചുകൊണ്ട് മാത്രം എന്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മലരാക്ഷസിയെ പിടിക്കാനായിട്ട് നേഷ അതിവേഗത്തിൽ പറന്നു പോകുന്നു. തന്റെ 2ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി മലരാക്ഷസിയുടെ അടുത്തെത്തിയ നേഷ അവളെ കൈ കിട്ടുന്ന സാധനം കൊണ്ടെല്ലാം എടുത്തിട്ട് അടിക്കുന്നു. അവസാനം ഒറ്റയിടിയിൽ തന്നെ അവളെ ഇടിച്ച് പൊടിയാക്കി കളയുന്നു. എന്നാൽ പിന്നീടാണ് അത് അവളുടെ ശരിക്കുമുള്ള രൂപമല്ല എന്ന് മനസ്സിലാവുന്നത്. അവളൊരു വലിയ മലയുടെ സൈസിൽ രൂപമെടുത്ത് നേഷയെ ആക്രമിച്ചതും യൂസോയുടെ ആൾക്കാർ അവന്റെ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് അവളെ തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ അല്പനേരത്തിനുള്ളിൽ തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് അവളെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ 3ാമത്തെ ലെവലും കംപ്ലീറ്റ് ചെയ്ത നേഷ നേരെ യൂസോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. 3 ലെവലും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ യൂസോ നേഷയെ അഭിനന്ദിച്ചിട്ട് ആ പാലസിനടിയിലെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് നിനക്ക് ഇവിടെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു മാജിക്കൽ തിങ് എടുക്കാമെന്ന് പറയുന്നു. നേഷയും തനിക്ക് ആ മാന്ത്രിക ജലം മതി എന്ന് പറഞ്ഞതും യൂസോ അവന് ആ മാന്ത്രിക ജലം എടുത്തു കൊടുക്കുന്നു. പക്ഷെ അത് നേരെ ചെന്ന് തായുടെ കൈ കൊടുത്തതും തായ് അത് ആ താമരയുടെ മുകളിൽ ഒഴിച്ചതും വാടിപ്പോയ താമരയ്ക്ക് ജീവൻ വെക്കുന്നു. അങ്ങനെ വീണ്ടും തായ് ആവോബിനെ ആ താമരയ്ക്കുള്ളിൽ വെച്ച് അവന് വേണ്ട ശരീരം ഉണ്ടാക്കുവാൻ വേണ്ടി തുടങ്ങുന്നു. ഞാൻ നിന്റെ വാക്ക് പാലിച്ചു, നിനക്ക് നിന്റെ ശരീരം തന്നു,
ഇനി എന്റെ പുറകെ വരരുത് എന്ന് പറഞ്ഞ് നേഷ തന്റെ കുടുംബത്തെ ജനങ്ങളെയും കൊന്ന ഡ്രാഗൺ ഇനത്തെ തന്നെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഈ സമയം യൂസോ തന്റെ അരമനയ്ക്കുള്ളിലെ ഒരു വലിയ ജാടി എടുത്ത് തന്റെ വലിയ പടയും സജ്ജമാക്കി ഡ്രാഗൺ പാലസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ആ ഒരു ജാടി പല ഭാഗങ്ങളായി തിരിച്ച് കടലിനുള്ളിലേക്ക് ഇറക്കിയതും എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ ഡ്രാഗൺ കിങ് പുറത്തു വന്ന് നോക്കിയതും യൂസോ തന്റെ വലിയ പടയുമായി വന്ന് നിൽക്കുന്നത് കാണുന്നു. എന്താ യൂസോ, എന്താ പ്രശ്നം? ഓ, നിനക്കൊന്നും അറിയില്ല അല്ലേ? നീയാണ് ലീജിങ്ങിന്റെ രാജ്യം നശിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത്, ലീജിങ്ങിന്റെ രാജ്യം നശിച്ചെന്നോ? എന്താ നീ അഭിനയിക്കുവാണോ? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളെല്ലാവരെയും ഈ മന്ത്രജാടിക്കുള്ളിലാക്കി കൊല്ലാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതും ആ മന്ത്രജാടിയുടെ പല ഭാഗങ്ങളും ഡ്രാഗൺ പാലസിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഇത് കണ്ട ഡ്രാഗൺ കിങ് തന്റെ വാളുമായി യൂസോയുടെ നേരെ വന്നതും ഊളിയാങ്ങും അവന്റെ കൂടെയുള്ള ആ ലേഡിയും വന്നിട്ട് ഡ്രാഗൺ കിങ്ങിനെ തടയുന്നു. പിന്നീട് നടക്കുന്നത് അവർ തമ്മിലുള്ള ഫൈറ്റാണ്. ഡ്രാഗൺ കിങ് ആണെങ്കിൽ അവർക്ക് തടയാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ ഡ്രാഗൺ കിങ് അവരെ തോപ്പിക്കുമെന്നായപ്പോൾ ആ സമയം നേഷ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഡ്രാഗൺ കിങ്ങുമായി ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയം ഡ്രാഗൺ പാലസിനുള്ളിൽ അവരെ നിയന്ത്രിക്കാൻ ഡ്രാഗൺ കിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരങ്ങൾ ഇതാണ് പറ്റിയ സമയം, നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ ഈ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്ന് അവിടെ ബന്ധുക്കളായിരിക്കുന്ന മോൺസ്റ്റേഴ്സിനോട് പറയുന്നു. ഇത് കേട്ട് മോൺസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡ്രാഗൺ പാലസിന്റെ നടുവിൽ ഒരു വലിയ തൂണുണ്ട്. ശരിക്കും ആ തൂണിലാണ് ഇവരുടെ ചങ്ങലകളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ തൂണ് എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്ത് പൊക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഈ സമയം യൂസോ ആ ഡ്രാഗൺ പാലസ് മുഴുവനായും ആ ജാടിക്കുള്ളിലേക്ക് ആക്കുന്നു. നേഷയാണെങ്കിൽ നീയല്ല എന്റെ അച്ഛനും അമ്മേനും കൊന്നേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലാടാ എന്ന് പറഞ്ഞ് തന്റെ മുഴുവൻ പവറും എടുത്ത് ഡ്രാഗൺ കിങ്ങിനെ അറ്റാക്ക് ചെയ്തു. ഡ്രാഗൺ കിങ് തെറിച്ചു പോയി കറക്റ്റ് ആ ജാടി അടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ചെറിയ ഗ്യാപ്പിനുള്ളിലൂടെ പോയി ഡ്രാഗൺ പാലസിനുള്ളിലേക്ക് വീഴുന്നു. കൊള്ളാം മോനെ, നല്ല കാര്യം നീ ചെയ്ത്. നിനക്കുണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം വേണ്ടി ഇവരെല്ലാവരെയും ഞാൻ കൊന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ള മരുന്നുകൾ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. പെട്ടെന്ന് നേഷയ്ക്ക് തന്റെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. അവർ അവനോട് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് അവന് തോന്നുകയാണ്. എന്നാൽ ആ ശബ്ദം അവൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അവന് തോന്നുകയാണ്. നോക്കുമ്പോൾ അതവൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയായിരുന്നു. എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് ഓർത്ത് ഞാൻ എത്രത്തോളം വിഷമിച്ചെന്നറിയോ എന്ന് പറഞ്ഞ് തൻ്റെ അച്ഛനും അമ്മേനും കെട്ടിപ്പിടിച്ച് നേഷ പൊട്ടിക്കരയാണ്. എന്നിട്ട് നേഷയുടെ അച്ഛൻ, നിങ്ങളൊക്കെ വിചാരിക്കും പോലെ നമ്മുടെ നാട് ഇല്ലാണ്ടാക്കിയത് ആ ഡ്രാഗിങ് അല്ല, നമ്മളൊക്കെ നല്ലവനാണെന്ന് വിചാരിച്ച യൂസോയാണ്. ഇപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. തനിക്കുണ്ടായിരുന്ന ഒരു സഹോദരൻ മരിച്ചുപോയല്ലോ എന്നോർത്ത് ഷെൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരം പോലെ തോന്നിക്കുന്ന വിചിത്രമായൊരു ഡ്രാഗൺ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് പുറത്തു വന്ന ഡ്രാഗണിങ്ങിന്റെ സഹോദരങ്ങൾ ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്ത് അതിനെ ഇല്ലാണ്ടാക്കിയതും അതിന്റെ പുറകിൽ യൂസോ ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നു. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അത് നീയായിരിക്കുമെന്ന്. എന്റെ അനിയന്റെ ശരീരത്ത് ദേവന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം അമ്പിന്റെ അടയാളം ഞാൻ കണ്ടിരുന്നു. അവരിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടാണെങ്കിൽ അത് നീ അറിയാതിരിക്കില്ല എന്ന് എനിക്കറിയാം. വരാൻ പോകുന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിനായി അളവില്ലാത്തത്ര ശക്തികൾ നൽകുന്ന മാന്ത്രിക മരുന്നുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഡ്രാഗൺ പാലസിലുള്ള ഡ്രാഗനെ മോൺസ്റ്റേഴ്സിനെല്ലാം കൊന്ന് അവരെ ഉപയോഗിച്ച് ആ മരുന്നുണ്ടാക്കാൻ വേണ്ടിയല്ലായിരുന്നു നിന്റെ പ്ലാൻ? അതിനുവേണ്ടി തന്നെയല്ലേ ഈ നാട് മൊത്തം നശിപ്പിച്ച് ആ ദൈവങ്ങളുടെ മുന്നിൽ ഡ്രാഗൺ ഇനത്തെ മൊത്തം നീ വില്ലന്മാരാക്കിയത്? നീ പറഞ്ഞതെല്ലാം ശരിയാ. എന്നാൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവങ്ങളെല്ലാം ഇവിടെയില്ല. അവർ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ എല്ലാവരെയും ഈ നിമിഷം തന്നെ ചുട്ടി ചാമ്പലാക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞതും ഡ്രാഗണിന്റെ സഹോദരങ്ങളെല്ലാം ചെന്ന് യൂസോയുടെ കൂടെ ചേരുന്നു. ഞങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങളുടെ കൂടെ കൂട്ടുവാണെങ്കിൽ ഈ നാട് ഞങ്ങൾ തന്നെ നശിപ്പിച്ചോളാം എന്ന് പറഞ്ഞതും യൂസോ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. എടാ ദുഷ്ടന്മാരെ, ഇത്ര നാളും കൂടെ നിന്നിട്ട് ചതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷെൻ തന്നെ കൊണ്ട് അവരെ മൊത്തം എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നേഷയുടെ അച്ഛനും അമ്മേനും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ ഒന്നും അറിയാത്ത ആ പാവം ജനങ്ങൾ ആ തീയിൽ ചുട്ടുകരിഞ്ഞില്ലാണ്ടായി പോകുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ നേഷ മോൺസ്റ്റർ ഹണ്ടറുമായി യുദ്ധത്തിന് പോകുന്നു. മറ്റു സമയത്ത് തന്നെ എത്തിയ ആവോബിനും മര്യാദയ്ക്ക് എന്റെ അച്ഛനെ വിട് എന്ന് പറഞ്ഞ് നേഷയ്ക്കൊപ്പം ഫൈറ്റിൽ കൂടുന്നു. ഇതേ സമയം തന്നെ ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരങ്ങളും പോർട്ടൽ വഴി അവിടേക്ക് വരുന്നു. ഡ്രാഗൺ പാലസിലെ ഡ്രാഗൺസും മറ്റു മോൺസ്റ്റേഴ്സും താങ്കളെ അവർ ഉപയോഗിക്കുകയായിരുന്നു എന്നറിഞ്ഞ് ഡ്രാഗൺ കിങ്ങിനോട് ക്ഷമ ചോദിക്കുന്നു. പോർട്ടൽ വഴി വന്ന ഡ്രാഗൺസിനെ ആവോബിയും നേഷയും നേരിടുന്നു. അതുപോലെ ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കിഡിലനാണ്. അതുകൊണ്ട് അധികം ഒന്നും ഞാൻ ഇതിൽ കാണിച്ച് സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ആ പടത്തിൽ തന്നെ കണ്ട് ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രാഗൺ കിങ്ങിന്റെ മൂത്ത സഹോദരി തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് പോർട്ടലുകൾ ഉണ്ടാക്കി അതുവഴി തന്റെ രണ്ട് സഹോദരങ്ങളെയും ഇതിലേക്ക് പുറത്തു കൊണ്ടുവന്ന് നേഷയെയും ആബോവിനെയും ആക്രമിക്കുന്നു. മോൺസ്റ്റർ ഹണ്ടർ ആണെങ്കിൽ നമ്മുടെ തായിനെ പിടിക്കാൻ നോക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മൾ തോക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് നേഷയും ആബോബിയും അവരുടെ ഐക്കോണിക് ടെക്നിക്കായിട്ടുള്ള തീയും വെള്ളവും കൂട്ടിമുട്ടിച്ച് പുകയുണ്ടാക്കി അതിനുള്ളിൽ തങ്ങളുടെ രൂപങ്ങൾ പരസ്പരം മാറ്റി ശത്രുക്കളെ പരിച്ച് ആക്രമിക്കുന്ന രീതി പുറത്തെടുക്കുന്നു. ഈ സമയം യൂസോ എന്തോ മന്ത്രം ചൊല്ലി ആ ഡ്രാഗൺ പാലസിന് ചുറ്റും മന്ത്രമരുന്നുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി സഹായിക്കുന്ന നരകത്തിലെ തീ കൊണ്ടുവരുന്നു. അതുകൊള്ളാം, അഗ്നിപർവ്വതത്തിലെ ലാവയ്ക്കുള്ളിൽ നീന്തി കുളിച്ച് മുങ്ങാങ്കുഴി ഇടുന്നവരാ നമ്മൾ. ആ നമ്മളെയാണോ ഇവർ തീ കാണിച്ച് പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കൈ നീട്ടിയതേ ഉള്ളൂ ആ കൈ അങ്ങ് കരിഞ്ഞു പോകുന്നു. അങ്ങനെ ഡ്രാഗൺസിനെ എല്ലാം തോപ്പിച്ച് നേഷയും ആവോബിയും യൂസോനെ ആക്രമിക്കാൻ വേണ്ടി വന്നതും യൂസോ ഒരു മന്ത്രം ചൊല്ലിയതും അവരുടെ ശരീരത്തിനുള്ളിൽ നിന്നും സൂചി തുളച്ച് പുറത്തു വന്ന് അവർ കനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായി പോകുന്നു. ശരിക്കും യൂസോയ്ക്ക് നേഷ ഒരു ഡീമൺ ആണെന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മാജിക്കൽ സ്പെല്ല് യൂസോ നേരത്തെ തന്നെ
നേഷയിൽ ചെയ്തത്. അതുപോലെ നേഷയിൽ അളവില്ലാത്തത്ര ശക്തികളുണ്ട് എന്നും അതുപയോഗിച്ച് വേണം ഡ്രാഗൺ കിങ്ങിനെ കീഴ്പ്പെടുത്തേണ്ടതെന്നും യൂസോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് നേഷയെ നേരത്തെ ഒന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ യൂസോ നേഷയുടെ അച്ഛനെയും അമ്മേനെയും നേഷേനെയും ആവൂബിനെയും ആ ജാടിക്കുള്ളിലാക്കുന്നു. അതിന്റെ ഉള്ളിലെ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ഓരോന്നായി മരുന്നുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ തങ്ങളുടെ ഉള്ളിലുള്ള ഉൾശക്തിയെ പുറത്തു കൊണ്ടുവന്ന് ആ ഒരു തീയോട് പ്രതിരോധിച്ച് നിൽക്കുകയാണ്. എന്നാൽ അതിൽ ഏറ്റവും വീക്ക് അത് നേഷയുടെ അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അധിക നേരം പിടിച്ചു നിൽക്കാതെ മയങ്ങി നിലത്ത് വീഴുന്നു. മോനെ നേഷ, നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് താൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ദുഃഖിക്കുന്നത് പോലും നേഷയെ ഓർത്തിട്ടാണ്. നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, കാരണം ഈ നരകത്തിന്റെ തീയും നേഷയുടെ ഉള്ളിലെ തീയുടെ ശക്തിയും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ നരകത്തിന്റെ തീക്ക് നേഷയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേഷയുടെ ജീവന് ഒരു ആപത്തും വരില്ല എന്ന് പറഞ്ഞ് ഡ്രാഗൺ കിങ് ആശ്വസിപ്പിക്കുന്നു. ഇതെനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടാണല്ലോ അവന്റെ ശക്തി കുറയ്ക്കാനുള്ള ഈ ഒരു മരുന്നുമായിട്ട് ഞാൻ വന്നത്. നേഷ, നീ ഈ മരുന്ന് കഴിക്കുവാണെങ്കിൽ നിന്റെ അമ്മയും അച്ഛനെ ഞാൻ വെറുതെ വിട്ടോളാം. തന്റെ അമ്മയും അച്ഛനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ചിന്തയോടെ അവൻ ആ മരുന്നെടുത്ത് വായിലിടാൻ വേണ്ടി വന്നതും അമ്മ അത് ചാടിപ്പിടിച്ച് ലാവയിലേക്ക് എറിഞ്ഞു കളഞ്ഞതും ആ മരുന്ന് നശിച്ചു പോകുന്നു. നീയൊക്കെ ഒരു ദൈവമാണോ? കുട്ടികളോടാണോ വില പേശുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ മകന് ഇനിയൊരു തെറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതിന് ഉത്തരവാദിയായിരിക്കില്ല എന്ന് പറഞ്ഞ് യൂസോ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ നേഷയുടെ അമ്മയ്ക്ക് താൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ട് അവന്റെ ദേഹത്ത് ഒരുപാട് മുള്ളുകൾ ഉണ്ടായിട്ടും അവസാനമായിട്ട് തന്റെ മകനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണ്. മോനെ നേഷ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അമ്മ, അങ്ങനെ നീ ചെയ്യല്ലേ അമ്മ, അമ്മയ്ക്ക് വേദനിക്കും. സാരമില്ല മോനെ, എനിക്കിനി നിന്നെ ഇതുപോലെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര വേദന ഉണ്ടെങ്കിലും ഞാൻ സഹിക്കും എന്ന് പറഞ്ഞ് നേഷയുടെ അമ്മയും കരയാണ്. തൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും അമ്മേനെ അവസാനമായിട്ടൊന്നും കെട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നേഷയും പൊട്ടി പൊട്ടി കരയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും നേഷയുടെ അമ്മയുടെ ശരീരം നശിച്ചുപോയി അവളൊരു മുത്തുപോലെയായി മാറുന്നു. അങ്ങനെ ഇത്ര നേരം ഒന്നും ചെയ്യാണ്ടിരുന്ന നേഷ അടുക്കാൻ പറ്റാത്ത കോപത്തോടെ ശരീരം ചലിപ്പിച്ച് ആ സ്പെല്ലിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. നേഷ, അങ്ങനെ കാണിക്കരുത്, അങ്ങനെ കാണിച്ചാൽ ആ സൂചികൾ നിന്റെ ശരീരത്തെ കഷ്ണം കഷ്ണാക്കി മുറിച്ചിടും. എന്നാൽ നേഷ അതൊന്നും കേൾക്കാതെ അവന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുത്ത് തന്റെ ശരീരം ചലിപ്പിച്ചതും ആ മുള്ളുകൾ അവന്റെ ശരീരത്തെ കഷ്ണം കഷ്ണാക്കി മുറിച്ചിടുന്നു. അങ്ങനെ നേഷ മരിച്ചുപോയെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ നേഷയുടെ മനുഷ്യരൂപം മാത്രമായിരുന്നു പോയത്. എന്നാൽ അവന് മറ്റൊരു രൂപമുണ്ടായിരുന്നു, അതാണ് അവന്റെ ഡീമൺ ഫോം. അങ്ങനെ മനുഷ്യ ശരീരം നശിച്ചുപോയ നേഷ തന്റെ യഥാർത്ഥ രൂപമായിട്ടുള്ള ഡീമൺ ഫോമിലേക്ക് മാറുന്നു. എന്നിട്ട് മുത്തുപോലെ ആയി മാറിയ തന്റെ അമ്മയുടെ ആത്മാവിനെ തന്റെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിച്ച് ആവോബിയുടെ അടുത്ത് നിന്ന് അവനെ തൊട്ടതും ആവോബിയുടെ ദേഹത്തുണ്ടായിരുന്ന സൂചികൾ അപ്രത്യക്ഷമാകുന്നു. എന്നിട്ട് വാ സുഹൃത്തെ, നമുക്ക് ഒരുമിച്ച് ഇത് അവസാനിപ്പിക്കാം. എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് ആ മന്ത്രജാടിയുടെ മൂടി തുറക്കുവാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ യൂസോയാണെങ്കിൽ തന്റെ സൈന്യത്തെ മുഴുവനായിട്ടും കൊണ്ടുവന്ന് മൂടി തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ബലം കൊടുക്കുന്നു. ഇതുകൊണ്ട് അവിടെയുള്ള മറ്റ് ഡ്രാഗൺസും മോൺസ്റ്റേഴ്സ് ഒക്കെ വെറുതെ ഇരിക്കുമോ? അവരും നേഷയ്ക്കൊപ്പം കൂടി തങ്ങളുടെ പരമാവധി ശക്തിയും ഉപയോഗിച്ച് നേഷയെ സഹായിക്കുന്നു. അങ്ങനെ നേഷ തന്റെ 6 കൈകളും പുറത്തു കൊണ്ടുവന്ന് ഒരൊറ്റ തള്ളു തള്ളിയതും അതിന്റെ മൂടി പൊട്ടി തകർന്ന് എല്ലാവരും പുറത്തു വരുന്നു. ജാഡിക്കിൽ നിന്ന് പുറത്തു വന്ന മോൺസ്റ്റേഴ്സിന്റെ ആർമിയും യൂസോയുടെ ആർമിയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് യൂസോ തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്നു. ഡ്രാഗൺ കിങ് ആണെങ്കിൽ തന്റെ മുഴുവൻ പവറും പുറത്തെടുത്ത് മോൺസ്റ്റർ ഹണ്ടറിന് നേരെ അയച്ചതും അവരുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നു. ശരിക്കും ഇവര് മോൺസ്റ്റേഴ്സ് ആയിരുന്നു. യൂസോ ആണെങ്കിൽ മോൺസ്റ്റേഴ്സിനൊക്കെ കൂടെ നിർത്തി മറ്റു ദൈവങ്ങളെ ഇവര് ദൈവങ്ങളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നേഷയും ആവോബിയും യൂസോയുടെ നേരെ വന്നതും യൂസോ ഒരു വലിയ മരം കൊണ്ടുള്ള ഒരു മോൺസ്റ്റർ രൂപത്തിൽ വന്ന് അവരെ രണ്ടുപേരെ ഒരുമിച്ച് അതിന്റെ ഉള്ളിലാക്കുന്നു. എന്നാൽ നേഷയും ആവോബിയും ഒന്നിച്ചാൽ അവരുടെ ശക്തിക്ക് മുന്നിൽ ഒരു യൂസോയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ന് നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നേഷ യൂസോയുടെ മുഖത്ത് നോക്കിയിടിക്കുന്നു. ഇടിച്ചിടിച്ചിടിച്ച് അവന്റെ മുഖത്തിന്റെ ഊപ്പാട് തീർക്കും. ആവോബി ആണെങ്കിൽ അവന്റെ ദേഹത്തുണ്ടായിരുന്ന വേര് ആ വേരോടുകൂടി അവനെ പിഴുതു വലിച്ചെറിയുന്നു. നമ്മുടെ യൂസോയുടെ മുഖമാണെങ്കിൽ ഇടികൊണ്ട് വീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. നേഷയാണെങ്കിൽ അവസാനത്തെ ഒരു ഇടിയോടുകൂടി അവന്റെ കഥ കഴിച്ചേക്കാമെന്ന് പറഞ്ഞു വന്നതും ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരി വന്നിട്ട് പോർട്ടൽ ഉണ്ടാക്കി രക്ഷിക്കുന്നു. ഇനിയും ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് മനസ്സിലാക്കി യൂസോയുടെ സൈന്യം യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഡ്രാഗൺ കിങ് തന്റെയും തന്റെ മകന്റെ ജീവനെ രക്ഷിച്ചതിന് നേഷയോട് നന്ദി പറയുന്നു. അപ്പോൾ ആവോബി, നീ എന്തിനാ ഇനിയും ഇവിടെ നിൽക്കുന്നത്? ഇനിയും നിന്നെ ആ ദൈവങ്ങൾ തേടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിനക്ക് വന്നൂടെ? ഇല്ല, ഈ പുറലോകം എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഇനിയും പോരാടേണ്ടി വരും. അതുകൊണ്ട് ഒളിച്ചു നടന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞതും അത് ശരിയാണ്, നേഷ പറഞ്ഞത് ശരിയാണ്. നീയും ഇനി ആരെയും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഇനിയും ഒരുമിച്ച് തന്നെ നിൽക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് ഡ്രാഗൺ കിങ്ങും മറ്റു ഡ്രാഗൺസും അവിടെ നിന്നും പോകുന്നു. ഇതോടെ നേഷ 2 മൂവി അവസാനിക്കുകയാണ്.